ഹായ് എവ്രി വൺ, എ വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ടുമുട്ടിയതിൽ ഒരുപാട് സന്തോഷം. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരാട്ടോ, ബിക്കോസ് ഇനി വരാനിരിക്കുന്ന ഒരു 1.5 hours അല്ലെങ്കിൽ 2 hours നമ്മളൊരു വളരെ കളർഫുൾ ആയിട്ടുള്ള വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷനിലായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ ഇതിൽ ഒരുപാട് പേരെ ആക്ച്വലി ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നതാണ്. അപ്പം ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് ഷിയാസ്. ഞാൻ ഏഡിയൻ ടോക്സ് എന്ന് പറയുന്ന മൈൻഡ് പവർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെന്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി കഴിഞ്ഞ 7 വർഷമായിട്ട് ഏഡിയൻ ടോക്സ് എന്ന് പറയുന്ന ഫേം 7 വർഷമായിട്ട് കേരളത്തിന്റെ ഉള്ളിലും അതേപോലെ തന്നെ GCC കൺട്രീസിലൊക്കെ ആയിട്ട് മൈക്രോ ട്രെയിനിങ്സ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാണ് ഏഡിയൻ ടോക്സ് കഴിഞ്ഞ 7 years ആയിട്ട്. അപ്പൊ ഒരുപാട് ആളുകളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഇരിക്കുന്നത് ആക്ച്വലി എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും എക്സാമും മൈൻഡും തമ്മിലുള്ള കുറച്ച് ഡിസ്കഷൻ ആയിട്ടാണ്. അപ്പൊ നമുക്ക് സെഷന് ലീഡ് ചെയ്യാൻ നമ്മുടെ ചീഫ് ട്രെയിനർ ആയിട്ടുള്ള ഡോക്ടർ അദ്നാൻ ഹാദി, അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് ഇപ്പൊ ആക്ച്വലി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞ 10 years ആയിട്ട് ട്രെയിനിങ്സിലും അതേപോലെ തന്നെ സെഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ലക്ഷക്കണക്കിന് ആളുകളുടെ ലൈഫാണ് അദ്ദേഹം മാറ്റിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫ് ലോങ് മെന്റർഷിപ്പ് ചൂസ് ചെയ്ത ആളുകളിൽ ഒരാളാണ് ആക്ച്വലി ഞാനും. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ആക്ച്വലി സംവദിക്കാൻ ഒരുപാട് ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ, നിങ്ങളുടെ സെഷന്റെ പേര് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചിൽ ബ്രോ എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പലപ്പോഴും എക്സാം മാത്രമല്ല ലൈഫിലെ ഏതൊരു ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ മൈൻഡിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ഉണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, പക്ഷെ സെയിം പ്രശ്നം മറ്റു ചില ആളുകൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമുക്കൊരു വസ്തുവിനെ പേടിയായിരിക്കും, പക്ഷെ നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിക്ക് ആ സെയിം വസ്തുവിനെ പേടി ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്കൊരു കാര്യം ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അതിനെ തീരെ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അവിടെയൊക്കെ ആ ഇഷ്ടങ്ങളെയും നമ്മുടെ ഫീലിങ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് മൈൻഡിന്റെ പാർട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, ആക്ച്വലി നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടായിരിക്കും, ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കില്ലുകൾ ഉണ്ടായിരിക്കും. ആ സ്കില്ലിനേക്കാളും കൂടുതൽ, സ്കിൽ സെറ്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് മൈൻഡ് സെറ്റിനാണ്. എത്ര സ്കിൽ ഉണ്ടായിട്ടും കാര്യമില്ല, മൈൻഡ് സെറ്റിനാണ് അവിടെ സ്കിൽ സെറ്റിനേക്കാളും കൂടി പ്രാധാന്യം കൂടുന്നത്. അപ്പം കുറെ ആളുകൾ ആക്ച്വലി സൗണ്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് സൂമിൽ ഓഡിയോ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. സൂമിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഡൗൺ ബോട്ടം കോർണറിൽ കാണാം, ഓഡിയോന്റെ ഭാഗത്ത് പോയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൽ സെറ്റിനെ കുറിച്ചാണ് പറയുന്നത്, മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ലൈഫിൽ 90% പ്രോബ്ലത്തിന് നമുക്ക് ആക്ച്വലി സൊല്യൂഷൻ കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനൊക്കെ വേറെ എന്തൊക്കെയോ ചെയ്യണമല്ലോ, ഞാൻ കുറെ കഷ്ടപ്പെട്ടാലേ എനിക്ക് അങ്ങനെ കിട്ടുള്ളൂ. പലപ്പോഴും ഇതിപ്പോ എക്സാം റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, എക്സാമിന് കുറെ കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചാലേ എന്തെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചിട്ടും ചിലപ്പം എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് പ്രോപ്പർ ആക്കാന്നുള്ളത്. അപ്പൊ ഈ ഒരു 2 hour അല്ലെങ്കിൽ 1.5 hour സെഷനിൽ ആക്ച്വലി നമ്മൾ ചെയ്യാം മൈൻഡ് സെറ്റ് പ്രോപ്പർ ആക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചിരും. പ്രത്യേകിച്ച് നമ്മുടെ ഗൈഡ് ഏരിയന് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത്, അപ്പൊ അത് വെച്ചിട്ട് എല്ലാവർക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സാംസ് കാര്യത്തിലേക്ക് ഫേസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ സെഷന്റെ നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പച്ചവെള്ളം എഡ്യൂക്കേഷൻ ആപ്പിന്റെ ഡയറക്ടറും ഫൗണ്ടറും കൂടി ആയിട്ടുള്ള ആസിഫ് സാറിനെ ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് നമ്മുടെ ഭാഗത്തുനിന്നും കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പച്ചവെള്ളം എഡ്യൂക്കേഷനിലെ കുട്ടികളെ പിന്നെന്താ പറയാ, പഠിപ്പിക്കുക എന്നുള്ളത്, പച്ചവെള്ളം പോലെ പഠിപ്പിക്കാം, പച്ചവെള്ളം പോലെ പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ വരുന്നത്. അപ്പൊ അത് നമ്മളെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അതിന്റെ ഭംഗിയോടുകൂടി തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോ അതിനോടൊപ്പം തന്നെ, പഠനത്തോടൊപ്പം തന്നെ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷാ ഹാളിൽ കൃത്യമായിട്ടുള്ള ഒരു മാനസിക ശക്തിയോട് കൂടിയിട്ട് പരീക്ഷയെ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അല്ലെ. പലരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. ചിലപ്പോൾ 6 മാസം, 1 വർഷമോ 2 വർഷമോ ഒക്കെ ഉറക്കൊളിച്ച് ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് പരീക്ഷാ ഹാളിലെ ആ 1.25 മണിക്കൂർ 1.5 മണിക്കൂർ ചിലപ്പോൾ വേണ്ട രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് റാങ്ക് ലിസ്റ്റിലോ ജോലിയിലോ എത്താൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പഠിച്ച അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകളുടെ ക്ലാസ്സുകൾ നമ്മൾ പച്ചവെള്ളം അറേഞ്ച് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആളെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ADN നിങ്ങൾ ഒരു ഇൻട്രോ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്കും അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടാവും എന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്നത്. ഇനി ഞാനിപ്പോ 6 വർഷമായിട്ട് 7 വർഷമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു പരീക്ഷ എഴുതിയിട്ട് ചിലപ്പോൾ 8 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു പരീക്ഷാ രീതിക്ക് അനുസരിച്ച് നമ്മള് പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന മൈൻഡ് സെറ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് ചിലപ്പോൾ നമുക്കിപ്പോ പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കോണമെന്നില്ല.
നമ്മുടെ പഴയ എക്സ്പീരിയൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടോ പറയാൻ പറ്റുമെങ്കിലും, പക്ഷേ നമ്മളിപ്പോ കാലം മാറുന്നതിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ, അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെയാണ് പരീക്ഷാ ഹാളിൽ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നന്നായിട്ട് പഠിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സെഷൻ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഫുൾ ടൈം ലൈവായിട്ട് തന്നെ ഇവിടെ ഇരിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു തുടക്കത്തിൽ, കാരണം ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻ ആണ്, നോക്കി സംസാരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പരമാവധി എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത്രേ പറയാനുള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അവസാനം ഒരു Q&A സെഷനൊക്കെ സാറ് വെക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സെഷൻസ് വീണ്ടും വീണ്ടും കണ്ടക്ട് ചെയ്യാം. യെസ്, എല്ലാ കാര്യങ്ങളും പച്ചവെള്ളത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഏറ്റവും ബഹുമാനപ്പെട്ട ADN ഈ ക്ലാസ് പിന്നെ സാറ് ക്ലാസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുമായിരിക്കും അല്ലെ? ഇനി നെക്സ്റ്റ് അത് തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത് സിയാസ്? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്ലാസ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും വെരി ഗുഡ് ഈവനിങ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ കുറച്ച് സമയം കിട്ടിയതിൽ. പച്ചവെള്ളം പറഞ്ഞ പോലെ തന്നെ പച്ചവെള്ളം പോലെ പഠിക്കാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ പേര് പോലെ തന്നെ എങ്ങനെ നമുക്ക് പച്ചവെള്ളം പോലെ എക്സാം എഴുതാം, പച്ചവെള്ളം പോലെ എക്സാമിന് വേണ്ടി നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യാം എന്നതാണ് ആക്ച്വലി ചിൽ ബ്രോ എന്ന സെഷനിലൂടെ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും റെഡിയാണോ? ഇവിടെ കുറച്ച് പേര് എനിക്ക് വീഡിയോയിൽ കാണുന്നുള്ളൂ. ഇതൊരുമാതിരി വീഡിയോയിൽ കാണുന്നില്ലെങ്കിൽ നമുക്ക് ഈ റേഡിയോയിലൊക്കെ ക്ലാസ് എടുക്കുന്ന പോലെ ആയിരിക്കും. ഒരാൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ റിയാക്ഷൻ എന്നൊന്നും കാണാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ കണക്ഷൻ അങ്ങ് മിസ്സായി പോകും. അപ്പോൾ വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരാം, അല്ലാത്തവർ ഓക്കെ നിങ്ങൾ റെഡി ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് സജീവമാക്കി തന്നാൽ മതി. എല്ലാവരും റെഡിയാണോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ? Wonderful. Thank you so much. Nice. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഞാനൊരു മൈൻഡ് ട്രെയിനറാണ്. അപ്പം ഞാൻ ആക്ച്വലി ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സും അതിൻ്റെ പ്രോഗ്രാമിങ്ങും അതിൻ്റെ റീപ്രോഗ്രാമിങ്ങും മൈൻഡ് സെറ്റൊക്കെ ആയി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം സ്റ്റുഡൻസ് പൊതുവേ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും മനസ്സും എങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും നേരിടുന്ന കുറേ ചലഞ്ചുകളുണ്ട് അല്ലേ? ഇതിൽ ചില ആൾക്കാർക്ക് ഉണ്ടാവുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചില വിഷയം ഉണ്ടായിരിക്കും. കൂടുതൽ സമയം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അതല്ലെങ്കിൽ എക്സാമിലേക്ക് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കൈൻഡ് ഓഫ് ഫിയറുകൾ, ചില കൈൻഡ് ഓഫ് ആങ്സൈറ്റികൾ, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇനി ഇത് കൂടാതെ തന്നെ നമ്മളുടെ പ്രിപ്പറേഷൻ, മൈൻഡ് ഡിസ്ട്രാക്ഷൻ വരുന്നു. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ വീട്ടിലോ സറൗണ്ടിങ്സിലോ കുടുംബത്തിലൊക്കെ ആയിട്ട്, ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിലൊക്കെ ആയിട്ട്. അപ്പോൾ അവരെ കുറിച്ചൊക്കെ ഓർക്കുന്ന സമയത്ത് ഇവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കാം. ഇനി അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ, ഈ എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ എന്തായി മാറും, ഇങ്ങനത്തെ ആങ്സൈറ്റികൾ, ഇങ്ങനെ പലതും ഞാൻ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള പല കൺസേണുകൾ നമുക്കുണ്ട്. അങ്ങനത്തെ ചില കൺസേണുകൾ ഉള്ളത് കൊണ്ടായിരിക്കല്ലോ നിങ്ങൾ ഇനി സെഷനിൽ വന്നിരുന്നതില്ല, അല്ലെങ്കിൽ ഇവിടെ ആരും വരുന്നിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം എക്സാം എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കാറുണ്ടെന്നുള്ള. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ എക്സാം അതുമായി ബന്ധപ്പെട്ട അസോസിയേറ്റ് ചെയ്ത ഇഷ്യൂസ് ഇത് നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ മൈൻഡ് ആണല്ലോ ഇതെല്ലാം പ്രാവർത്തികമാക്കുന്നത് അല്ലേ? നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ആയുധം മനസ്സാണ്. മനസ്സ് കറക്റ്റ് ആകുമ്പോഴാണ് നമ്മളുടെ മറ്റുള്ള പണിയായുധങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് അർത്ഥം ഉണ്ടാവുന്നത്. ഇപ്പോൾ ടീച്ചർ ഒരു ടൂളാണ്, നമുക്കുള്ള പുസ്തകം മറ്റൊരു ടൂളാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന നോളജ്, അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഓരോ ടൂളാണ്. പക്ഷേ ഇതെല്ലാം സാധ്യമാക്കുന്ന ഒന്നാമത്തെ ടൂള് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ്. അപ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ മെൻ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഏത് ലെവലിൽ നിൽക്കുന്നോ ആ ലെവലിലായിരിക്കും നമ്മളുടെ പ്രിപ്പറേഷൻ. ഇപ്പോൾ ക്ലാസ്സിൽ നമ്മൾ സജീവമായിട്ട് പോയിരിക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, വളരെ സജീവമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, വളരെ സജീവമായിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുന്നു, നല്ല ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി, നല്ല മാർക്കോട് കൂടി, നല്ല റാങ്കോട് കൂടി ക്രാക്ക് ചെയ്തെടുക്കണം എക്സാം എന്നൊക്കെ നമ്മൾ പലരും പ്രതീക്ഷിച്ച് ആത്മാർത്ഥമായിട്ടുള്ള ഇൻറ്റൻഷനോട് കൂടി നമ്മൾ ചിലപ്പോൾ ക്ലാസ് പോയിരിക്കും. പക്ഷെ ചില ആൾക്കാർ നേരിടൽ ആത്മാർത്ഥത ഇൻറ്റൻഷനിലുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ചിലർക്ക് കിട്ടൂല, അല്ലെങ്കിൽ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടൂല, ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടൂല, മൈൻഡ് എവിടെക്കോ പോയി കിടക്കും.
ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ തീരുമാനിക്കുന്നു എനിക്ക് ഇത്ര മണിക്കൂർ പഠിക്കണം, ഞാൻ തീരുമാനിക്കുന്നു ഈ ക്ലാസ് എനിക്ക് ഇത്ര രീതിയിൽ ഇത്ര ഡെപ്തിൽ കേട്ട് കറക്റ്റായിട്ട് ഇരിക്കണം, ഞാൻ തീരുമാനിച്ചു. പക്ഷെ എൻ്റെ തീരുമാനത്തെ അതിനൊരു വിലയും വെക്കാതെ എൻ്റെ അകത്ത് നിന്ന് ഒരാൾ പറയാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. കാര്യമായിട്ട് എക്സാമിൻ്റെ കാര്യം ഫോക്കസ് ചെയ്യുമ്പം ഞാൻ ചോദിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഒരാൾ ഇങ്ങനെ ഇട്ട് തരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശത്രു പുറത്താണെങ്കിൽ കൈകാര്യം ചെയ്യൽ കുറച്ച് ഈസിയാണ്, പക്ഷെ അകത്താകുമ്പോൾ കുറച്ച് പ്രയാസമാണ് ശത്രുവിനെ ഡീൽ ചെയ്യൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടിയെടുത്തവരെ പഠിക്കുമ്പം ഇവരെല്ലാവരും ഒരുപോലെ പറഞ്ഞ ഒരു കാര്യം, അകത്തെ ശത്രുവിനെ കീഴടക്കിയവന് ഈ ലോകത്തിലുള്ള എന്തും കീഴടക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ജോൺ എഫ് കെന്നഡി അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഭവം റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഒരു പുല്ലും നമ്മുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ, അല്ലേ, ഒരാളും നമ്മുടെ കൂടെ നിന്നിട്ടില്ലെങ്കിലും നമുക്ക് എന്തും ചെയ്തെടുക്കാം. കാരണം നമ്മളുടെ കൂട്ടിന് നമ്മളുണ്ട്. എന്നാൽ ഈ ലോകത്തിലുള്ള എല്ലാവരും, ഇപ്പോൾ ഇവിടെ ആസിഫ് സാറിൻ്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി നല്ല സപ്പോർട്ടീവ് ആണ് സാറ്. അതുകൊണ്ടാണ് ഇന്നിങ്ങനൊരു പ്രോഗ്രാം തന്നെ സാറ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള എഫേർട്ടാണ് ഇത് സാധ്യമാക്കിയത്. അപ്പോൾ ഇദ്ദേഹത്തിനെ പോലെയൊക്കെയുള്ള ഒരു പറ്റം ആൾക്കാർ, ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് റെഡി ആയിട്ടിരിക്കുക. ഒരു പക്ഷെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരും കൂട്ടുകാരും ഒക്കെ ചിലപ്പം നിങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതായിരിക്കും. ഇവരെല്ലാവരും ഓക്കെ, ആസിഫ് സാറിനിപ്പോൾ നല്ല ഫാൻസ് ഉണ്ടെന്ന് മനസ്സിലായി, എല്ലാവരും യെസ് അടിക്കുന്നുണ്ട്, കമൻ്റ് അടിക്കുന്നുണ്ട്, വണ്ടർഫുൾ, സൂപ്പർ. അപ്പോൾ ഏതായാലും സാറിൻ്റെ എഫേർട്ട് ആക്ച്വലി നമ്മൾ അപ്രീഷിയബിൾ ആയിട്ടുള്ള എഫേർട്ടാണ്. പക്ഷേ സാറിൻ്റെ കൂടെയുള്ളവരും നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സും വീട്ടുകാരും എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നു. പക്ഷെ നമുക്ക് സ്റ്റിൽ നമ്മളെ പറ്റിയിട്ട് ചെറിയൊരു ആശങ്കയുണ്ടെങ്കിൽ ലോകം മുഴുവൻ നമുക്ക് അനുകൂലമായിട്ട് കാര്യമില്ല, നമുക്കെതിരാണ്. റൈറ്റ്? അപ്പം നമ്മളാണ് ആദ്യം നമുക്ക് അനുകൂലമാക്കി മാറേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ ആദ്യം നമുക്ക് നമ്മുടെ ആന്തരിക ലോകത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം. ആന്തരിക ലോകത്തെ, ഇന്നർ വേൾഡ്. നമുക്കൊക്കെ രണ്ട് റിയാലിറ്റീസ് ഉണ്ട്. ഒന്ന് ഇന്നർ റിയാലിറ്റി, മറ്റൊന്ന് ഔട്ടർ റിയാലിറ്റി. ഇന്നർ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ലോകം. ഉള്ളിലെ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു അതിനനുസരിച്ചിട്ട് പുറത്തുള്ളതിനൊക്കെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഉള്ളിലെ ലോകത്ത് നമ്മൾ സ്ട്രെസ്സോടുകൂടി ടെൻഷനോടുകൂടി ക്ലാസ് പോയിട്ട് ഇരിക്കുകയാണെങ്കിൽ പുറത്തെ ലോകത്ത് ഏറ്റവും ബെസ്റ്റ് രീതി ക്ലാസ് എടുത്തുന്നിട്ടും കാര്യമില്ല, ഒന്നും ഉള്ളോട്ട് കയറില്ല. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ക്ലാസ്സിലിരുന്നു, അതിലേറെ ബെസ്റ്റ് ആയിട്ട് നമ്മൾ വീട്ടിൽ പോയി പ്രിപ്പയറും ചെയ്ത് ഒക്കെ സെറ്റാണ്. പക്ഷേ എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മുടെ ആന്തരിക ലോകം മൊത്തം ഡിസ്ട്രാക്റ്റഡ് ആയിട്ട്, ടെൻസ്ഡ് ആയിട്ട്, സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത്ര ചെയ്ത പ്രിപ്പറേഷൻ പോലും നമുക്ക് അനുകൂലമാവില്ല. കാരണം എന്താ, എക്സാം ഹാളിലേക്ക് പോയപ്പം നമ്മുടെ ആന്തരിക ലോകം നമുക്കെതിരായിരുന്നു. അപ്പം പ്രിപ്പറേഷൻ്റെ സമയത്തും അതിന് മുന്നേ ഉള്ള ഘട്ടത്തിലും ഇനി അതിന് ശേഷമുള്ള എല്ലാ ഘട്ടത്തിലും, ബിഫോർ ദ പ്രിപ്പറേഷൻ, ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ, ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ, ഡ്യൂറിങ് ദ എക്സാമിനേഷൻ, ഈ എല്ലാ ഘട്ടത്തിലും ഒരേപോലെ നമ്മുടെ കൂടെ ഒരേ ബാലൻസ് നിൽക്കേണ്ട ആൾ നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഇന്നർ വേൾഡാണ്. അതുകൊണ്ടാണ് ഈ വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ഉദരേതാത്മനാത്മാനം ആത്മാനം അവസാദയേതാത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മന. എന്തരോ ഏതോ, അല്ലേ, എന്തോ ആയിക്കോട്ടെ, മീനിങ് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ആന്തരിക ലോകം നമ്മുടെ ശത്രുവായി മാറിക്കഴിഞ്ഞാൽ നമ്മൾക്കിട്ട് പണി തന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സ്. എന്നാൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റാൻ പറ്റിയാൽ നമ്മുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ നമ്മളെ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ നമ്മുടെ മനസ്സായിരിക്കും. ഇപ്പം മറ്റുള്ളവർ എന്ത് പറയുമെന്ന ടെൻഷൻ, ഇപ്പൊ കമന്റിൽ വീണ പറഞ്ഞു മറ്റുള്ളവർ എന്ത് പറയുമെന്ന ടെൻഷൻ. ആക്ച്വലി നമുക്കിതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരം നമ്മുടെ ഉള്ളിലുണ്ട്. മറ്റുള്ളവർ വിചാരിക്കട്ടെ, ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വരുമെങ്കിൽ കൂടി നമ്മൾ ക്ഷണിക്കാതെ കടന്നു വരുന്ന ചില ചിന്തകൾ അതൊക്കെ. നമ്മൾ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എനിക്ക് മാർക്ക് കുറഞ്ഞ ആളുകളെ ഞാനിങ്ങനെ ഫേസ് ചെയ്യും, എൻ്റെ എഫേർട്ട് വേസ്റ്റ് ആവില്ലേ, ഞാൻ എങ്ങനെ എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഫേസ് ചെയ്യും, ഇങ്ങനെ തുടങ്ങിയ ചിന്തകളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരണമെന്ന് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ ക്ഷണിക്കാതെ കടന്നു വരുന്ന കുറച്ച് ചിന്തകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ക്ഷണിക്കാതെ തോന്നിയ പോലെ ചില അതിഥികൾ കയറി വരെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമുക്ക് താല്പര്യമുള്ളവരാണെങ്കിലും ഒക്കെ, ഒരു താല്പര്യമില്ലാത്ത കുറേ ആൾക്കാർ, മൊത്തത്തിൽ നെഗറ്റീവ് അടിക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ചില കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും, അവർ വീട്ടിൽ വെറുതെ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ, ഇവർ വന്നാൽ മൊത്തം നെഗറ്റീവാണ്. പ്രത്യേകിച്ച് എക്സാം പ്രിപ്പറേഷനിലൊക്കെ ചില കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തന്നെ പറയാനുള്ള കാര്യം എന്താ അറിയോ, 2 or 3 കഥാപാത്രങ്ങളുണ്ട്, ഇവരെ സഹിക്കാൻ പറ്റായിട്ടാ. കാരണം എന്താ, നമ്മൾ അങ്ങോട്ട് പോയിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കും, അല്ല എന്തായി, പഠനമൊക്കെ എവിടെ എത്തി, ഇപ്രാവശ്യം കിട്ടുമോ, ഇതിനെക്കൊണ്ട് നടക്കുമോ,
വല്ലത് ആവോ? ഈ ചോദ്യങ്ങൾ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അവർ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഈ ചോദ്യത്തിനേക്കാളും കൂടുതൽ ഡേഞ്ചർ എന്താ അറിയോ? ചോദിക്കേണ്ടവർക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, അവർ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവരെ ചോദ്യങ്ങളെ അതിനേക്കാളും ആവേശത്തോടു കൂടി അകത്ത് വെച്ചിട്ട് നമുക്കൊരു പ്രോസസ്സിങ് ഉണ്ട്. എങ്ങനെ? അവരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, വല്ലതും നടക്കോ? നമ്മളെന്താ ചെയ്യണത്? മാറി ഇരുന്നിട്ട് 3 ദിവസം ആലോചിക്കുക അതേ ചിന്ത. എന്നാൽ അവരെന്തായിരിക്കും അങ്ങനെ ചോദിച്ചേ? ശരി, എന്നെ കൊണ്ടാവോ? അവർ പറഞ്ഞത് മുതൽ ആക്ച്വലി അവരെക്കാളും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിച്ച നമ്മളല്ലേ. അവർ ഒരിക്കൽ ചോദിച്ച ചോദ്യത്തെ എത്ര തവണ നമ്മൾ ആവർത്തിച്ചു? അപ്പൊ അവരാണോ ശരിക്കും തെറ്റുകാരൻ, നമ്മളാണോ? അവിടെ പറഞ്ഞത് നമ്മളുടെ ആന്തരിക ലോകം ഇങ്ങനത്തെ പണി തരുന്ന ആൾക്കാരുടെ ഡയലോഗുകളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ എടുത്ത് ഉള്ളിൽ വെച്ചിട്ട് പറയാൻ എന്തുണ്ട്, അവരൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആക്ച്വലി നമ്മളാണ് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ പറഞ്ഞത്, നമ്മൾ അറിയാതെ നമ്മളുടെ അകത്ത് നമുക്ക് പണി തരുന്ന ആരൊക്കെയോ ഉണ്ട്. അവരെ പിടിച്ച് ആദ്യം ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ് എന്ന് പണ്ടൊരു ഡയലോഗ് പറഞ്ഞില്ല ഒരു മൂവിയിൽ, അതേപോലെ ഇവരൊക്കെ പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയേ. അപ്പൊ പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്കത് നെവർ മൈൻഡ് ആയിരിക്കും. നമ്മളത് ഉള്ളോട്ട് എടുക്കുന്ന ഒരാളും കൊതിക്കുന്നില്ല അല്ലെ? ഇങ്ങനെ എല്ലാവരും ഡയലോഗും മാറ്റി വെച്ചിട്ട് എല്ലാം ഇല്ലാണ്ട് എല്ലാം അടങ്ങിയതിന് ശേഷമേ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ എവിടെ എത്തൂല. ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കപ്പലിനെ പറ്റി പറയാറുണ്ടല്ലോ അല്ലെ, കടലിലൂടെ പോകണം, കടൽ ആവശ്യമാണ്, കടലിന്റെ മുകളിലൂടെ മാത്രമേ കപ്പലിന് പോകാൻ പറ്റൂ, പക്ഷെ വെള്ളം അകത്ത് കയറരുത്. ഇതുപോലെ ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഇവരൊക്കെ തന്നെയായിരിക്കും നമുക്കുള്ള ഊർജം, മുന്നോട്ട് പോകാനുള്ള അല്ലെ, മുന്നോട്ട് എത്താനുള്ള ഒരു ഫയറൊക്കെ ഇവരൊക്കെ തന്നെ ആയിരിക്കും തന്നോണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ ഡയലോഗ് നമ്മുടെ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ കപ്പൽ മുങ്ങും. അപ്പം നമ്മൾ എന്തായാലും നമ്മൾ തളർന്നു പോകും, നമ്മുടെ കോൺഫിഡൻസ് ചുരുങ്ങി പോകുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട കാര്യം ഹൗ ടു ഡിസസോസിയേറ്റ് ഫ്രം സച്ച് കൈൻഡ്സ് ഓഫ് ബാഡ് കമാൻഡ്സ്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത, നമ്മളെ തളർത്തി കളയുന്ന ഇത്തരം ബാഡ് കമാൻഡുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡിസസോസിയേറ്റ് ചെയ്യാൻ പറ്റും? അത്തരം ബാഡ് കമാൻഡിൽ നിന്നും ഡിസസോസിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ എന്തെങ്കിലും ഡയലോഗ് ഇടുമ്പോഴേക്ക്, മറ്റുള്ളവർ എന്തെങ്കിലും കമന്റ് പറയുമ്പോഴേക്ക് നമ്മൾ തളർന്നു പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഓർത്തിട്ട് നമ്മുടെ ഊർജം ക്ഷയിച്ചു പോകുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നെക്കാളും കൂടുതൽ എന്നിൽ സ്വാധീനം മറ്റുള്ളവർക്കാ. അതെങ്ങനെ ശരിയാവാം? എന്നെക്കാളും കൂടുതൽ സ്വാധീനം എൻ്റെ ലൈഫിൽ മറ്റൊരാൾക്കാണോ ഉണ്ടാവേണ്ടത്? എനിക്കാണോ ഉണ്ടാവേണ്ടത്? എക്സാം എഴുതുന്നത് ഞാൻ, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ഞാൻ അല്ലേ, ഇതിൻ്റെ എല്ലാം അനുഭവിക്കേണ്ട ആളും ഞാൻ. അപ്പം ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ് എന്ന് മനസ്സിലാക്കുമ്പം എന്നെക്കാളും കൂടുതൽ മറ്റുള്ളവർ എൻ്റെ അകത്ത്, എൻ്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ആദ്യം നമ്മൾ എത്തിച്ചേരേണ്ടത് നമ്മൾ നമ്മുടെ മൈൻഡ് മാസ്റ്റേഴ്സ് ആയിട്ട് മാറാൻ വേണ്ടി പരിശ്രമിക്കണം. എങ്ങനെയാ നമ്മൾ നമ്മുടെ മൈൻഡ് മാസ്റ്റേഴ്സ് ആയിട്ട് മാറാം? അതിനുള്ള കുറച്ച് ടെക്നിക്കുകളാണ് ഞാൻ പറയാൻ വേണ്ടി പോണേ. നമ്മൾക്ക് എക്സാം എന്ന് പറയുമ്പം ഒരുപാട് കൺസേൺസ് ഉണ്ടായിരിക്കും. ഇതൊരു കൺസേൺ മാത്രം, മറ്റുള്ളവരുടെ സംസാരം വാട്ട് അതേഴ്സ് തിങ്ക് എന്നില്ല. ഞാൻ നേരത്തെ കുറച്ച് കാര്യം പറഞ്ഞു, ഫോക്കസിന്റെ ഈ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ്. അപ്പൊ ഇതിന് ഓരോരോ വിഷയങ്ങളാക്കിയിട്ട്, സാർ എനിക്ക് കോൺഫിഡൻസ് വളരെ കുറവാണ്, എനിക്ക് കുറച്ച് ആങ്സൈറ്റി കൂടുതലാണ്, എനിക്ക് ഡൗട്ട് വളരെ കൂടുതലാണ്, എനിക്ക് മറ്റുള്ളവരുടെ താഴ്ച പ്രശ്നം, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാക്കി മാറ്റുന്നതിന് പകരം ഞാൻ പലപ്പോഴും എക്സാമ്പിളായിട്ട് പറയാറുള്ളത്, ഒരു മരത്തിന്റെ ഫലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്രൂട്ടിൻ്റെ മുകളിൽ പോയിട്ട് കുറേ ചൊറിഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു മരത്തിലെ ഫ്രൂട്ടിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ എവിടെ പോയിട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത്? റൂട്ടിലാണ് ഫിക്സ് ചെയ്യേണ്ടത് അല്ലെ, അതിൻ്റെ വേരിലാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ വിഷയങ്ങളും പലതായിരിക്കാം, പല കൺസേൺസ് ആയിരിക്കാം, എക്സാമും പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടില്ലേ. പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉറവിടം നമ്മുടെ മനസ്സാണോ? ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സുകൾക്കിടയിൽ തന്നെ നമ്മുടെ ചില പ്രശ്നങ്ങൾ, പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ കാര്യങ്ങളോ ഷെയർ ചെയ്യുമ്പം എൻ്റെ പ്രശ്നം എൻ്റെ ഫ്രണ്ടിന് ഒരു പ്രശ്നമേ അല്ല. അവള് പറയും, അയ്യേ ഇതിനൊക്കെയാണോ നീ ഇപ്പൊ വലിയ കാര്യമാക്കണേ എന്ന് പറഞ്ഞിട്ട് ഇവളെന്ത് ചെയ്യും, ഇവളുടെ ഒരു വിഷയം പറയും, എൻ്റെ വിഷയം ഇതാണെന്ന് പറയും. ആ വിഷയം നമുക്ക് എന്താ, അയ്യേ ഇതൊക്കെ ഇപ്പൊ വലിയ വിഷയമാണോ? അപ്പൊ ശരിക്കും ഏതാ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാണ് വിഷയം.
പ്രശ്നങ്ങൾ പലതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അതൊക്കെ അനുഭവിക്കുന്നത് മനസ്സെന്നാണല്ലോ, നമ്മുടെ ഉറവിടത്തിലാണ്. അപ്പം നമ്മുടെ റൂട്ടിൽ കറക്റ്റ് ചെയ്യുക, നമ്മുടെ മനസ്സിനെ അതിന് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആ മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ പ്രവർത്തനം എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആന്തരിക ലോകത്താണ്. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് ഷാർപ്പാക്കി നിലനിർത്തുമ്പം, സ്ട്രോങ് ആക്കി നിലനിർത്തി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാണ്ട് മറ്റുള്ളവർ വല്ല ഡയലോഗ് ഇടുമ്പം അല്ലെങ്കിൽ ഇതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഫോക്കസ് ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുന്ന, നമ്മുടെ ചിന്തയെ മറ്റേതിലേക്കോ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം ഫീൽ ചെയ്യിപ്പിക്കുന്ന, നമുക്ക് തളർച്ച ഫീൽ ചെയ്യിപ്പിക്കുന്ന, പ്രൊക്രാസ്റ്റിനേഷൻ, നാളെ ആകട്ടെ എന്ന് ഉള്ളൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ഈ ആളെ നമുക്ക് മാറ്റിയിട്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം പറയുകയാണെങ്ങനെ ഇനി ബാക്കി നാളെ പഠിക്കാം. അപ്പം പെട്ടെന്ന് ഉള്ളുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞാലോ, അല്ല കുറച്ചുകൂടി പഠിച്ചിട്ട് ഉറങ്ങാം. ഇങ്ങനെ നമുക്കുള്ളിൽ ഒരാൾ പറയുകയാണെങ്കിലോ, നമ്മൾ കുറച്ചുകൂടി പഠിക്കട്ടെ എന്ന് ചിന്തിക്കുമ്പം ഉള്ളിൽ നിന്ന് ഒരാൾക്ക് ഇനി നാളെ മതി എന്ന് തളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ചും സംഭവിക്കണ്ടേ? അല്ലാണ്ട് എങ്ങനെയാ ശരിയാവുക? നേരെ തിരിച്ചും സംഭവിക്കണമല്ലോ. അപ്പൊ അത് നേരെ തിരിച്ച് എങ്ങനെ സംഭവിപ്പിക്കണം എന്ന് നമുക്കറിയില്ല. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് നമ്മുടെ ആന്തരിക ലോകത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നും അകത്തുനിന്നുള്ള എല്ലാ ഡിസ്ട്രാക്ഷനും നമുക്ക് ഫ്രീ ആകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പല എക്സ്ക്യൂസുകൾ ഉണ്ടായിരിക്കും പഠിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോകുന്നതിന് പല എക്സ്ക്യൂസുകൾ ഉണ്ടായിരിക്കും. ഈ എക്സ്ക്യൂസുകളൊക്കെ ജെനുവിൻ ആയിരിക്കും, പക്ഷെ എക്സ്ക്യൂസുകൾ ജെനുവിൻ ആണെങ്കിലും നമുക്കതുകൊണ്ട് ഗുണമൊന്നും കിട്ടാനില്ല. അപ്പം നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ ഇതിൻ്റെ വേരെവിടെയാണ് എന്ന് മനസ്സിലാക്കി അവിടെ നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് ഞാൻ ഇതിൻ്റെ വേരിൻ്റെ തലത്തിലേക്കൊന്ന് ഇറങ്ങിക്കോട്ടെ. നിങ്ങളുടെ വിഷയങ്ങളൊക്കെ പലതായിരിക്കാം, വിഷയങ്ങൾ പലതായി തന്നെ ഇരിക്കേണ്ട, പക്ഷെ അതിൻ്റെ ഉറവിടം നമ്മുടെ മനസ്സാണ്, അതിൻ്റെ വേര് കിടക്കുന്നത് നമ്മുടെ മനസ്സാണ്. എന്നാൽ നമുക്ക് ആ വേരിൻ്റെ തലത്തിൽ ഒന്ന് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്താലോ? എല്ലാവരും റെഡിയാണോ? എല്ലാവരും ഇവിടെ ഉണ്ടോ? എവ്രിവൺ എല്ലാവരും ഇവിടെ ഉണ്ടോ? ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത് വെച്ചാൽ കാണാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടോ, അല്ലെ എൻ്റെ ക്ലാസ് കേട്ട് ഉറങ്ങിയോ ഒന്നും അറിയില്ലല്ലോ, അതൊന്നും അറിയാൻ വേണ്ടി ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം. ഫൈൻ. അപ്പം കണക്ട് ടു അവർ മൈൻഡ്, നമ്മുടെ മനസ്സിൻ്റെ ലെവലിലേക്ക്, ഡയമെൻഷനിലേക്ക് നമ്മൾ വന്നു തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനത്തിന് ചില നിയമങ്ങളുണ്ട്. ഈ ലോകത്തിൽ മാറാത്ത ചില നിയമങ്ങളുണ്ട്. മാറാത്ത ചില നിയമങ്ങളെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാവരും മാറുന്ന നിയമങ്ങളാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ലോകം മാറി, കാലം മാറി, ജനറേഷൻ മാറി, സിലബസ് മാറി, എക്സാം പാറ്റേൺ മാറി. ഈ മാറുന്ന നിയമങ്ങളൊക്കെ നമ്മൾ പിന്തുടരുമ്പോൾ ആ മാറ്റം കൊണ്ട് നമുക്ക് വിജയം കിട്ടണമെങ്കിൽ ഒരിക്കലും മാറാത്ത ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ആദ്യം നമ്മൾ ഫോളോ ചെയ്യണം. മാറാത്ത നിയമങ്ങളിൽ നിലകൊണ്ട് വേണം മാറുന്ന നിയമങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കാൻ. എല്ലാവർക്കും മാറണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ? ഇങ്ങനെ ഒന്നും ആയാൽ പോരാ, കുറച്ചുകൂടി ഒന്ന് ഉഷാറാണ്, പ്രിപ്പറേഷൻ ഒന്നും കൂടി അടിപൊളിയാണ്. മാറാൻ എല്ലാവരും കൊതിച്ചുകൊണ്ടിരിക്കുന്നു. മാറണമെങ്കിൽ മാറാത്ത നിയമങ്ങളെ നമ്മൾ ആദ്യം പഠിക്കണം. ഈ ലോകത്തിൽ പ്രാപഞ്ചിക യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞ ചില നിയമങ്ങളുണ്ട് അല്ലേ? ഒരിക്കലും മാറാത്ത ചില നിയമങ്ങൾ. ആ പ്രകൃതിയുടെ നിയമം പോലെ തന്നെ നമ്മുടെ മനസ്സിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ആദ്യം പഠിക്കാം. ആ നിയമങ്ങൾ പഠിച്ചിട്ട് ആ നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ഒന്ന് പഠിക്കാൻ ഇറങ്ങി തിരിച്ചു നോക്കിയാൽ നിങ്ങൾ ഇതുവരെ കിട്ടിയതിലും കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് വരണേ കാണാൻ പറ്റും. കാരണം ഇതെല്ലാം പ്രാവർത്തികമാക്കുന്ന ഇടം നമ്മുടെ മനസ്സാണ്. ഹാർഡ് വർക്ക് വരുന്നത് നമ്മുടെ മനസ്സിനാണ്, പാഷൻ വരുന്നത് നമ്മുടെ മനസ്സിനാണ്, കമ്മിറ്റ്മെൻറ്റ് വരുന്നത് നമ്മുടെ മനസ്സിനാണ്, സ്ട്രെങ്ത്തും എക്സ്ട്രാ എഫേർട്ട് കൊടുക്കാനുള്ള മെൻറ്റാലിറ്റി ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ. ഇതേ മനസ്സിൽ തന്നെയാണ് ക്ഷീണം, തളർച്ച, മടി, സംശയം, ഭയം, ഡിസ്ട്രാക്ഷൻ, നാളെ ആകട്ടെ, പ്രൊക്രാസ്റ്റിനേഷൻ, ഇങ്ങനെ തുടങ്ങി എല്ലാ സംഭവങ്ങളും ഇതേ മനസ്സിൽ തന്നെ, രണ്ടും ഒരു ഉറവിടത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും ഒരു ഡയമെൻഷനിലാണ്, ഒരു ഏരിയയിൽ തന്നെ ഇത് രണ്ടും എത്തുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾക്ക് മാറാത്ത നിയമങ്ങളാകുന്ന മനസ്സിൻ്റെ നിയമങ്ങൾ പഠിക്കുക എന്ന് പറയും. നമ്മുടെ മനസ്സിന് ചില നിയമങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ ശ്രീ ബുദ്ധൻ പറയുന്നുണ്ട്, വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതായിട്ട് നിങ്ങൾ മാറും. ചില ആൾക്കാർ എക്സാമിന് പൊട്ടിയാൽ നല്ല രസമാണ്. ഇവർ വന്നിട്ട് എന്താ പറയുക, എനിക്ക് അപ്പയെ തോന്നിക്കണേ ഞാൻ പൊട്ടുമെന്ന്, ഞാൻ പൊട്ടുമെന്ന്. അപ്പം ആക്ച്വലി ഇവർ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടാനാണ് മനസ്സിനെ പാകപ്പെടുത്തുന്നത്. ഞാൻ പൊട്ടോ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം, ഇനിയിപ്പോൾ പൊട്ടോന്ന് പേടിക്കാനല്ലോ, പൊട്ടിയല്ലോ.
അപ്പോൾ ഒരു സമാധാനം കിട്ടാറുണ്ട്. വേറെ ചില ആൾക്കാരുണ്ടായിരുന്നു ഈ കോവിഡിൻ്റെ ടൈമിലൊക്കെ എനിക്ക് വരുമോ എന്ന് വെച്ച് വന്നപ്പോൾ ഒരു സമാധാനം. അപ്പോൾ പറയും എനിക്ക് അപ്പയെ തോന്നിക്കാൻ എനിക്ക് വരും. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത, മനസ്സിന് മൈൻഡിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്, ബയോമാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. നമ്മുടെ ചിന്തകൾക്ക് ആകർഷിക്കാനുള്ള ശക്തിയുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് +1 +2 നമ്മൾ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്ത് +1 പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പഠിപ്പിസ്റ്റുകളൊക്കെ പെട്ടെന്ന് പരിചയമില്ലാത്തവരെ പെട്ടെന്ന് കണക്റ്റഡ് ആവും. ഇതെങ്ങനെ കണക്റ്റഡ് ആവുമെന്ന് അറിയില്ല. ഏകദേശം പണിയൊക്കെ ഒപ്പിക്കുന്ന ടീംസ് ഉണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് കണക്റ്റഡ് ആവും. പിയർ ഗ്രൂപ്പ് കണക്ട് ഇത് എങ്ങനെയാണെന്നല്ല, അപ്പുറത്തെ ക്ലാസ്സിലും ഇപ്പുറത്തെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിൽ കണക്റ്റഡ് ആവും. ഇത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഇവൻ്റെ ഉള്ളിൽ ഓൾറെഡി എന്തുണ്ട്, എന്താണോ എനിക്ക് ആരെയാണോ ഏത് ഡയമെൻഷനിലുള്ള ആളാണോ വേണ്ടി അവരേറ്റാ കണക്ട് ചെയ്യേണ്ടത് ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കണം. നമ്മളിപ്പോലും അറിയാണ്ട് നമ്മളിലെ ബയോമാഗ്നറ്റിക് ഫീൽഡ് ആക്ടിവേറ്റ് ആക്കുകയും നമ്മളത് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. മാഗ്നറ്റിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? ആകർഷണം എന്നതാണ്, അട്രാക്ട് ചെയ്യാന്നുള്ള. അപ്പം മനസ്സിൻ്റെ ഒന്നാമത്തെ നിയമം വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതായിട്ട് നിങ്ങൾ മാറും എന്നതാണ്. ഒരു മനുഷ്യൻ ആവറേജ് ഒരു 36,000-ലധികം ചിന്തകൾ ഒരു ദിവസം ഉണ്ടാവും. മനസ്സിലൂടെ ചിന്തകൾ ഇങ്ങനെ കടന്നു പോകും. അപ്പം മാക്സിമം പോയത് ഒരു 72,000 വരെ ചിന്തകൾ ഉണ്ടായിരിക്കും. ഈ 72,000 ചിന്തകളിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ചിന്തകൾ എന്താണോ അതായിട്ട് മാറാനാണ് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ഓരോ കോശത്തിനും ബോധമുണ്ട്, സെല്ലുലാർ മെമ്മറി, കോശബോധമുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ കോശബോധമായിട്ട് മാറുക. അതുകൊണ്ട് തന്നെ ഈ ഭയങ്കര ഡിപ്രഷനും കൺഫ്യൂഷനും ഒക്കെ ആയിട്ട് കിടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവർ ഓക്കെ അല്ല എന്നല്ലേ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. കാരണം അവർ ഓക്കെ അല്ല എന്നുള്ള ചിന്തയുടെ റിഫ്ലക്ഷൻ അവരുടെ മുഖത്തൊക്കെ കാണാനുണ്ട്. എന്നാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ കാണുമ്പോൾ അവരുടെ ചിന്തകളിൽ ഹാപ്പിനെസ് വരുമ്പോൾ അവരുടെ കോശങ്ങളിലും അവരുടെ സ്കിന്നിലും പോലും അത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ പഠിപ്പിസ്റ്റുകളെ കണ്ടാൽ ചിലർക്ക് വേഗം മനസ്സിലാവും. കാരണം എന്താ, ആ പഠിപ്പിസ്റ്റ് എന്നതിൻ്റെ റിഫ്ലക്ഷൻ മൊത്തം അവരുടെ ശരീരഘടനയിലും എല്ലാത്തിലും നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. ബുജികളെ കണ്ടാൽ വേഗം മനസ്സിലാവും. കാരണം എന്താണ്, അത് അവരുടെ ആ നേച്ചറിൽ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തെടുക്കും. കാരണം എന്താണ്, നമ്മൾ എന്ത് ചിന്തയിലാണോ കൂടുതലായിട്ട് മുഴുകിയിരിക്കുന്നത് അതായിട്ട് മാറാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങൾ പോലും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇരുന്നിട്ട് എനിക്കിത് ശരിയാവൂല, എനിക്കത് റെഡിയാവോ, എന്നെക്കൊണ്ട് അതിന് പറ്റുമോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ പറ്റാത്തതെന്തോ അതാവാനെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോടിപ്പോൾ പറയാണ്, ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങൾ എല്ലാവരും കണ്ണടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഒരു 10 സെക്കൻഡ് കണ്ണടിച്ചതിന് ശേഷം വേണേൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും റെഡി ആണെങ്കിൽ ഒരു 10 സെക്കൻഡ് സമയത്തേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക. എല്ലാവരും കണ്ണടിച്ചോളൂ. കണ്ണടിച്ചിട്ട് നിങ്ങൾ മനസ്സിലൊരു തീരുമാനം എടുക്കാം, ഞാൻ ഇനി 10 സെക്കൻഡ് നേരത്തേക്ക് പൂച്ചയെ പറ്റി ചിന്തിക്കൂല എന്നൊരു തീരുമാനം എടുത്തേക്കാം. അടുത്ത 10 സെക്കൻഡ് നേരത്തേക്ക് ഞാൻ പൂച്ചയെ പറ്റി ചിന്തിക്കൂല. ഉറപ്പിച്ചേക്ക് അങ്ങോട്ട്, ഞാനിനി പൂച്ചയെ പറ്റി ചിന്തിക്കൂല. 1 2 3 4 5 6 7 8 9 10 കണ്ണുറക്കാം. നമ്മൾ എന്തിനെ പറ്റിയാണോ ചിന്തിക്കൂല എന്ന് കരുതുന്നത് അതെന്നെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ഇത് മനസ്സിൻ്റെ അടുത്ത നിയമമാണ്. കാരണം എന്താണ്, മനസ്സിൻ്റെ രണ്ടാമത്തെ നിയമം, നമ്മൾ എന്ത് വേണ്ട എന്ന് കരുതുന്നു അത് നമ്മളെ മനസ്സ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം പലപ്പോഴും ഫോക്കസ് കിട്ടാതിരിക്കുന്നത് നമുക്ക് വേണ്ടാത്തത് എന്താണോ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആവണ്ട, എനിക്ക് ഇങ്ങനെ ആവണ്ട, എനിക്ക് അതുപോലെ ആകണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് അതെന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം എക്സാം ടഫാവോ, എക്സാം അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നുള്ള ചിന്ത ഇട്ട് കൊടുത്തോണ്ടിരുന്നാൽ നമുക്ക് വേണ്ട എന്ന് കരുതി ചിന്തിക്കണം എന്നാണ് ആ കൂടുതൽ മനസ്സ് എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടാമത്തെ നിയമം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വേണ്ടാത്തത് ചിന്തിക്കുന്നതിന് പകരം വേണ്ടത് ചിന്തിക്കുക എന്നുള്ള. പലരും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ആക്ച്വലി നിനക്ക് എന്താ വേണ്ടത് നോക്കും. അപ്പോൾ പറയും, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട, എനിക്ക് എന്താ പറയുക കുറേ ഇഷ്യൂസ് ഉണ്ട്, ഇതൊന്നും വേണ്ട, എൻ്റെ കടം ഒന്നും വേണ്ട, ആരോഗ്യ പ്രശ്നം ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇല്ലാണ്ടൊന്ന് സമാധാനമായിട്ട് ഇരുന്നാൽ മതി. അപ്പം വേണ്ടത് എന്താ ചോദിക്കുമ്പോൾ വേണ്ടത് എന്താ പറയാൻ അറിയില്ല, വേണ്ടാത്തതൊക്കെ പറയും, ആവശ്യമില്ലാത്തതൊക്കെ പറയും. കാരണം നമ്മൾ അങ്ങനെ പ്രോഗ്രാംഡ് ആണ്. അപ്പം നമ്മളുടെ ഈ എക്സാം കോൺഷ്യസ്നെസ്സിൽ മാറ്റം വരുത്തണമെങ്കിൽ, ഈ ഒരു രീതി, ഈ ഒരു ശൈലി നമ്മൾ മാറ്റം വരുത്തണമെങ്കിൽ ബോധപൂർവം വേണ്ടത് എന്താണോ അതിനെപ്പറ്റി നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുകയും ആവർത്തിച്ച് സംസാരിക്കുകയും ചെയ്യണം. എക്സാം പൊട്ടോ, എക്സാം ടഫാവോ എന്ന് ചിന്തിച്ചാൽ മനസ്സ് എക്സാം എങ്ങനെ ടഫാക്കാം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഠിച്ച കാര്യം പോലെ എക്സാം ഹോളിലെത്തിയാൽ വരൂല.
അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ കൂളായിട്ടിരിക്കുമ്പോൾ വരും. അപ്പം ചിന്തിക്കും അതെന്ത് അവിടുന്ന് കിട്ടാഞ്ഞേ, ഇപ്പം കിട്ടിയല്ലോ. കാരണം എന്താ, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മൈൻഡിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ടഫ് ആവോ ചോദിക്കുമ്പോൾ മനസ്സെന്തെടുക്കുന്ന അറിയോ, ഞാൻ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശരീരം എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ടഫ് 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 എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെ പരിശ്രമിക്കുന്നത് എങ്ങനെ ടഫ് ആക്കാം എന്നുള്ള സംഭവം. ഈസി ആണെങ്കിൽ പോലും നമുക്ക് ടഫായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ കിട്ടൂല, ഒക്കെ തുടങ്ങി പല കോംപ്ലിക്കേഷൻസ് നമ്മുടെ മനസ്സുണ്ടാക്കും. അതുകൊണ്ട് മനസ്സിന്റെ ഒന്നാമത്തെ നിയമം അത് പരസ്പരം ചിന്തകളെ ആകർഷിക്കുന്നതാണെങ്കിൽ, രണ്ടാമത്തെ തിയറി എന്ന് പറഞ്ഞാൽ അത് എന്താണോ വേണ്ടാന്ന് കരുതുന്നത് അത് ഞാൻ കൂടുതൽ കൊണ്ടുവരാം. ചെറിയ മക്കളോട് പാരൻസ് പറയും, മോളെ ഇതൊന്ന് പൊട്ടിക്കാതെ അവിടെ കൊണ്ടുവെക്കുന്ന പറയുമ്പോഴേക്ക് അല്ലേ, പൊട്ടാതെ അവിടെ കൊണ്ടുവെക്കുന്നത് അപ്പം പൊട്ടും. കാരണം എന്താ, ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇന്നർ മൈൻഡ് മാത്രം ആക്റ്റീവ്, കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊട്ടാതെ കൊണ്ടുവെക്കും എന്ന് പറയുമ്പോൾ കുട്ടി മനസ്സിൽ കാണുന്നത് പൊട്ടുന്ന ചിത്രം. പൊട്ടാതെ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് റെഫറൻസ് ആണ്. അപ്പൊ എന്താ, പൊട്ടുന്നു, അങ്ങനെ അല്ലാതല്ലേ. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, ഒന്ന് പൊട്ടിക്കും, ഇങ്ങനെ അല്ലാതല്ലേ എന്ന് പറയും, അപ്പൊ പൊട്ടും. അപ്പൊ നിന്നോടല്ല പൊട്ടിക്കരുത് പറഞ്ഞാൽ അപ്പൊ തന്നെ പൊട്ടും. ഇത് കുഞ്ഞുനാൾ മുതലേ നമുക്ക് കിട്ടിയൊരു പ്രോഗ്രാമിംഗ് ആണ്, നമ്മുടെ മനസ്സിന് കിട്ടിയൊരു ശൈലിയാണ്, ഒരു പാറ്റേൺ ആണ്. അപ്പൊ ഈ പാറ്റേൺ കുഞ്ഞുനാൾ മുതലേ തുടരുന്ന ഒരാളാണെങ്കിൽ എന്ത് വേണ്ട കരുതോ അതൊക്കെ നടക്കും. എന്നോട് ഒരിക്കലും ഒരു കുട്ടി പറഞ്ഞു, സാർ ഞാൻ ജയിക്കുന്ന കരുതിയതിനൊക്കെ തോക്കും, തോക്കുന്ന കരുതിയതിനൊക്കെ ജയിക്കും. അതുമുതൽ ഞാൻ മനസ്സിൽ എപ്പോഴും പൊട്ടും 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 എന്ന് ചിന്തിക്കും. ഓപ്പോസിറ്റ് ആയിട്ട് മൈൻഡ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാറ്റേണേ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ വിജയിക്കുന്നതിനെ പറ്റി ചിന്തിക്കാറില്ല, തോൽക്കുന്നതിനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. മൈൻഡ് ഓൾറെഡി ഓപ്പോസിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, ഓപ്പോസിറ്റ് ഡയമെൻഷനിൽ അലൈൻഡ് ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം രണ്ടാമത്തെ നിയമം, നമുക്ക് എന്ത് വേണ്ട അതിനെപ്പറ്റി ചിന്തിക്കുന്നു, അതാണ് നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുക, ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ഇന്നർ മൈൻഡാണ് എക്സാം ഹാളിലും മറ്റുള്ള കാര്യത്തിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം തീരുമാനിക്കണം. ആലോചിക്കേ, ഇന്റർവ്യൂവിന് പോകുന്ന ആൾക്കാരുണ്ട്, ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോയതായിരിക്കും. എന്നാലും നമ്മൾ ആരും ഇന്റർവ്യൂ ഹാളിലൊക്കെ കയറണം മുന്നേ മനസ്സിനോട് പറയില്ല, അവിടെ എത്തുമ്പോൾ കൈ ഒന്ന് വിറപ്പിക്കണേ, നെഞ്ചിരിപ്പ് ഒന്ന് കൂട്ടണേ. ഇല്ല, നമ്മൾ ആകെ കൂട്ടിന് കൊണ്ടുപോയത് എന്താണ്, ഫയലും സർട്ടിഫിക്കറ്റ്സും നമ്മുടെ സ്യൂട്ടും അപ്പിയറൻസും നോളജാണ്. പക്ഷെ ഇതിൻ്റെ അപ്പുറം നമ്മൾ വിളിക്കാത്ത ഒരാൾ കയറി വരാം, അവിടെ എത്തുമ്പം കൈ വിറയ്ക്കുന്നു, കാലിടിക്കുന്നു, നെഞ്ച് ഹാർട്ട് ബീറ്റ് കൊടുക്കുന്നു, വിയർക്കുന്നു. ഇതൊക്കെ നമ്മൾ പറയണോ മനസ്സിനോട്, ഇതൊക്കെ അവിടെ എത്തുമ്പം തരണം. ഇല്ല, ക്ഷണിക്കാത്ത അതിഥി അവിടെ കയറി വരുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ എൻ്റെ ഈശോ എനിക്ക് എന്താ ഈ പറ്റുന്നത്, എൻ്റെ ഈശ്വര എന്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ കൊണ്ടാവൂല, അത് എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. വളരെ ഭംഗിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ റോഡിലൂടെ ഒക്കെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിയായിരിക്കും. പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടെസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ എത്ര എക്സ്പേർട്ട് ആണെങ്കിൽ കൂടിയും പൊട്ടും. എന്തുകൊണ്ടാണ് പൊട്ടിക്കൊണ്ടിരിക്കണേ, ഇത്ര എക്സ്പേർട്ട് ഡ്രൈവർ ആയിട്ട് പോലും അവിടെ എത്തുമ്പം ടെസ്റ്റ് എന്ന് പറയുമ്പം എന്തോ ഒരു പ്രോഗ്രാം നമ്മുടെ ഉള്ളിലുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളൂ, നമ്മൾ പോലും അറിയാതെ എക്സാം എന്ന വിഷയത്തെ പറ്റി നമ്മുടെ ഇന്നർ മൈൻഡിൽ ഒരു പാറ്റേൺ ഉണ്ട്. അത് കുഞ്ഞുനാൾ മുതലേ ഉള്ളതാ. ഇത് ബ്രേക്ക് ചെയ്യാത്തോടത്തോളം കാലം ഏത് എക്സാം ആണെങ്കിലും അറിയാണ്ട് ഒരു നെഞ്ചിരിപ്പ് വരും, ഒരു കൈവറിയൽ വരും. ചില സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം ഭയങ്കര തമാശ. ടഫായിട്ടുള്ള എക്സാം ആണെങ്കിലും ഓക്കെ, ചില സമയത്ത് ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ വന്നിട്ട് നാളെ മലയാളം എക്സാം ആണ് കേട്ടോ എന്ന് പറയും. എക്സാം മലയാളമായിരിക്കും, പക്ഷെ എക്സാം എന്ന് കേൾക്കുമ്പോഴേക്ക് കുട്ടികൾ വെറുതെ ഒരു ഭംഗിക്ക് എല്ലാവരും കൂടി ഒരേ സ്വരത്തിലൊരു സാധനം കൊടുക്കും. എക്സാമിനോടുള്ള റെസ്പോൺസ് ഉള്ളിലുള്ള എന്താണ്, നാളെ എക്സാം ആണ് കേട്ടോ, നാളെ ക്ലാസ് ടെസ്റ്റ് ആണ്, ഏതാ സബ്ജക്റ്റ് എന്ന് പോലും പറഞ്ഞില്ല. എന്താന്ന് ഫുള്ള് ചിന്തിക്കാതെ നാച്ചുറലി മൈൻഡ് അങ്ങ് റെസ്പോണ്ട് ചെയ്യുക. ഇതിലെന്തുണ്ട്, ഇതെന്തോ ദുരന്തമാണ്. ഇവർ പോലും അറിയാതെ എക്സാമിനോടുള്ള മനോഭാവം ഇങ്ങനെ ഇന്നർ മൈൻഡിൽ പ്രോഗ്രാം ചെയ്തു പോയത് കൊണ്ട്, പാറ്റേൺ ചെയ്യപ്പെട്ടത് കൊണ്ട് എപ്പോഴൊക്കെ എക്സാം എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓൾറെഡി എക്സാമിനോടുള്ള മനോഭാവം അതാണ്. ഇത് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് മാറ്റാതെ നമ്മൾ എത്രത്തോളം എക്സാമിന് പോയാലും നമ്മൾ ക്ഷണിക്കാത്ത അതികളൊക്കെ കയറി വരും. കാരണം ഇത് നമ്മൾ ശീലിച്ചു പോയതാണ്. എക്സാം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോഡി ലാംഗ്വേജ് എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളിങ്ങനെ സ്റ്റക്കായി പോവാണ്, സ്റ്റോപ്പായി പോവാണ്, നമ്മുടെ മൊത്തം ഫങ്ഷൻ സ്റ്റോപ്പായി പോവാണ്. അപ്പോൾ എക്സാം എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെയൊക്കെയോ നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിൻ്റെ ഈസിനെസ്സിനെ ഇങ്ങനെ സ്റ്റക്കാക്കി കളയുന്നുണ്ട്. നമ്മൾ പാനിക്കായി കഴിഞ്ഞൊക്കെ മറന്നുപോലെ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പലർക്കും അനുഭവം ഉണ്ടായിരിക്കും, പഠിച്ചു പോകും പക്ഷെ ടീച്ചറിനെ തല്ല് ആലോചിച്ച് പേടിച്ചിട്ടൊന്നും കിട്ടാണ്ടായി തല്ലും വാങ്ങിപ്പോരും. കാരണം എന്തുകൊണ്ടാ, പഠിച്ചിട്ടുണ്ടായിരുന്നു, പഠിക്കാത്തതല്ല പ്രശ്നം, പക്ഷെ അവിടെ എത്തുമ്പോൾ പേടി കാരണം വരുന്നില്ല. അപ്പോൾ ഫിയർ ഏറ്റവും വലിയ വില്ലനാണ് എക്സാമിൻ്റെ എന്നല്ല, ജീവിതത്തിലെ ഏത് കാര്യത്തെയും അതിൻ്റെ ഭംഗി നശിപ്പിച്ച് കളയൽ ക്ഷണിക്കാത്ത ഫിയർ അവിടെ കടന്നു വരുമ്പോൾ. അപ്പോൾ അവിടെ നമുക്ക് കാമായിട്ടിരിക്കണം. ബ്രൂസ്ലി വരുന്നുണ്ട്, കാംനെസ് ഈ സൂപ്പർ പവർ. ഇങ്ങനെ സെക്കൻഡുകളെ കൊണ്ട് ആളുകളെ കിക്ക് ചെയ്ത് വീഴ്ത്തും.
എങ്ങനെയാ വീഴ്ത്തുന്നത്? സെക്കൻഡുകളെ കൊണ്ട് തീർക്കും. എങ്ങനെയാ തീർക്കുന്നത്? അങ്ങേര് പറഞ്ഞത് അങ്ങേർക്ക് ആങ്സൈറ്റി ഇല്ല, സ്ട്രെസ് ഇല്ല, ഭയങ്കരമായിട്ടുള്ള റഷ് ഇല്ല, ഇപ്പം തന്നെ അവനെ വീഴ്ത്തിക്കാളും. ആ മോട്ടിവേഷൻ ഒന്നല്ല, അങ്ങേരുടെ ഉള്ളിലെ ലോകം വളരെ കാമാണ്. അപ്പൊ ആർക്കാണോ ആന്തരിക ലോകത്തെ എല്ലാ ഘട്ടത്തിലും ശാന്തമായി നിലനിർത്താൻ പറ്റുന്നത് അവർക്ക് ഒരുപാട് ഗെയിൻ ചെയ്യാൻ പറ്റും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചില എക്സാമിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കാത്ത കാര്യമാണെങ്കിൽ കൂടി നമ്മുടെ മൈൻഡ് വളരെ റിലാക്സ്ഡ് ആണെങ്കിൽ ബുക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ക്ലാസ് റൂമിൽ സാർ എടുത്തത് മിസ്സ് പറഞ്ഞ ഡയലോഗൊക്കെ ഇങ്ങനെ കേൾക്കും. ആരോ ഒരാൾ ഇങ്ങനെ പറഞ്ഞുതരും. അത് കേട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്തു, ആ മിസ്സ് അങ്ങനെ പറഞ്ഞ ക്ലാസ് റൂമിൽ എഴുതി, അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡിലുള്ള സംഭവങ്ങളൊക്കെ ഇക്വേഷനൊക്കെ മൈൻഡിൽ ഇങ്ങനെ കറക്റ്റ് കാണാൻ പറ്റും. അതല്ലെങ്കിൽ ബുക്കും അതിലെ ഗ്രാഫും പേജ് നമ്പറും വരെ നമ്മളെ മൈൻഡ് ഇങ്ങനെ കാണിച്ചു തരും. നമ്മളെ മനസ്സെന്ന് പറയാൻ നമ്മൾ അറിഞ്ഞതിൻ്റെ അപ്പുറത്ത് പവർഫുള്ളാണ്. ഒരിക്കൽ ഒരു തവണ നോക്കിപ്പോയ സംഭവം അത് അവിടെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ട ഘട്ടത്തിൽ നമുക്ക് ആ ഇമേജും ആ എക്സ്പീരിയൻസും റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സൊറ്റ കാര്യം ഡിമാൻഡ് ചെയ്യണേ. മൂന്നാമത്തെ റൂള്, മൈൻഡ് ഡിമാൻഡ്സ് കാംനെസ്. മനസ്സിന് എത്രത്തോളം റിലാക്സേഷൻ, എത്രത്തോളം കാംനെസ് കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം മൈൻഡിന് അതിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ നിത്യേന പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെ നമ്മുടെ മൈൻഡിനെ കാമാക്കി നിലനിർത്താൻ പറ്റുന്നതാണ്. നമ്മുടെ അവെയർനെസ് മാക്സിമം കാമായിരിക്കണം, നമ്മുടെ ആന്തരിക ലോകം മാക്സിമം കാമാക്കി നിലനിർത്തണം എന്നുള്ള അതിനുള്ള ടെക്നിക്കുകൾ, അതിനുള്ള പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യണം. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആയുധങ്ങളും മൂർച്ച കൂട്ടുമ്പം ഇതിൻ്റെ ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ ആയുധം എന്ന് പറയുന്നത് മനസ്സാണ്. മനസ്സ് മൂർച്ച കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ചില ആൾക്കാർ പ്രാർത്ഥിച്ചാൽ സമാധാനം കിട്ടും എന്ന് പറഞ്ഞാലും പ്രാർത്ഥനയിലും കയറിയിട്ട് സമാധാനമില്ല, പ്രാർത്ഥനയിലും സമാധാനക്കേടാ പറഞ്ഞുകൊണ്ടിരിക്കണേ. ദൈവത്തെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ട്. കാരണം പ്രാർത്ഥിച്ച് സമാധാനം കിട്ടുമെന്ന് പറയുമ്പോൾ ആക്ച്വലി ആ സമാധാന തലം, ആ കാം സ്റ്റേറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ എത്ര കാമായിട്ടിരിക്കുന്നു അത്രത്തോളം നമ്മുടെ പെർഫോമൻസ് കൂടും. പഠനങ്ങൾ പറയുന്നത് ഒരാളുടെ ബ്രെയിന് പീക്ക് പെർഫോമൻസ് ഹയസ്റ്റ് പെർഫോമൻസ് സ്റ്റേറ്റിലെത്തൽ അയാളുടെ ഇന്നർ വേൾഡ് മാക്സിമം കാമായിട്ടിരിക്കും എന്നുള്ള. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മെൻ്റൽ റിലാക്സേഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ അടുത്ത ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു, ഇന്നലെ എന്ത് സംഭവിച്ചു, ഇതിൽ രണ്ടിൽ നമുക്കൊരു പവറും ഇല്ല. ഇന്നലെ കഴിഞ്ഞു, എക്സാം പൊട്ടി, പോയ സാധനം പോയി, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ ഇപ്പോഴും അതിലാണ്. ഇന്നലെ സംഭവിച്ചതും മെനിയാന്ന് സംഭവിച്ചതും കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളും ഭാണ്ഡമായി പേര് വെച്ചുകൊണ്ട് അതേപോലെ ആവോ എന്ന് ചിന്തിച്ച് മുന്നോട്ട് നടന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? തലയും കുത്തനെ വീഴും. കാരണം എന്താ, ലെറ്റ് ഗോ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയോ നാളെ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാലോ അതും പ്രശ്നമാണ്. ഈ സമയം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ബീങ് ഇൻ ദ മൊമെന്റ്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനുള്ളൊരു ടെക്നിക്കാണ് ഞാൻ ഇവിടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആസ് യു പ്രാക്ടീസ് ദാറ്റ് കണ്ടിന്യൂസ്ലി യു ക്യാൻ റിവൈവ് യുവർ ബ്രെയിൻ. ഈ പറഞ്ഞ എല്ലാ കൺസേണിനും നമ്മുടെ ബ്രെയിനിനെ മാറ്റാൻ പറ്റും. ഞാനൊരിക്കലും ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ല. ഐ വർക്ക് വിത്ത് മൈൻഡ് ട്രെയിനിങ് ആൻഡ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രോഗ്രാമുകൾ മനസ്സിൽ കയറി കൂടിയ ആളുകൾക്ക് ആ പ്രോഗ്രാം മാറ്റിയിട്ട് പുതിയ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഐ ഹെൽപ്പ് പീപ്പിൾ ആൻഡ് സ്റ്റുഡൻസ് പ്രാക്ടിക്കലി ഓവർകം ചെയ്യാനാണ് എന്ത് ചെയ്യാറുള്ളത്, ഹെൽപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റിൽ നിന്നും ഫ്രീ ആവണം. പാസ്റ്റ് ഇമോഷൻസ് അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഫ്യൂച്ചറും അതുപോലെ ആക്കാനാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും പല കാര്യം ചെയ്യുമ്പോൾ എന്താ, അന്നത്തെ പോലെ ആവോ അതുപോലെ ആവോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആകുമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ വീണ്ടും അതുപോലെ ആകാനാണ് നമ്മുടെ മനസ്സിനെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കണേ അല്ലേ? ഞാൻ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, ഒരിക്കൽ കാർ എവിടെയോ തട്ടി ആക്സിഡൻ്റ് ആയ ഒരാൾ പിന്നീട് കാർ എടുത്ത് ഓടിക്കുമ്പം ഇനി എന്താണ് ആക്സിഡൻ്റ് ആവോ, ഇനിയും അതുപോലെ ആക്സിഡൻ്റ് ആവോ, ഇനിയും അതുപോലെ ആക്സിഡൻ്റ് ആവുമെന്ന് വെച്ചാൽ ഇയാൾ ആക്സിഡൻറ്റിനെ പ്രതീക്ഷിച്ചാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡെസ്റ്റിനേഷനെ പ്രതീക്ഷിച്ചിട്ടില്ല. രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഡ്രൈവിങ്ങിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാക്കി. മിക്കവാറും എവിടെയൊക്കെ കൊണ്ട് തട്ടാനും നോക്കും. കാരണം എന്താ, മനസ്സിന് കൊടുക്കുന്ന ഇമേജ് എന്താ, ഇന്നർ മൈൻഡിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ, ആക്സിഡൻറ്റ് എന്നതാ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ അറിയാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അതിലേക്ക് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം മനസ്സ് അതിനുള്ള രീതിയിലേക്ക് നമ്മുടെ മസ്കുലാർ മൂവ്മെൻറ്റുകളും മെൻ്റൽ ബോഡി കോർഡിനേഷൻസും നടത്തിക്കൊണ്ടുവരും. അപ്പം ചില അബദ്ധങ്ങൾ സംഭവിക്കും, അപ്പം ചില അശ്രദ്ധകൾ സംഭവിക്കും, വീണ്ടും കഴിഞ്ഞു പോകും. കാരണം ഓരോ സെക്കൻഡിലും നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന പ്രവർത്തനത്തെക്കാളും അറിയാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പം ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നോക്കിക്കേ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ മതി. ചിലർ വീഡിയോയിലുണ്ട്, ചിലർ വീഡിയോയിലില്ല. നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ അറിയാതല്ലേ ഈ ബോഡി പോസ്ചറൊക്കെ മാറി. നിങ്ങൾ ആരെങ്കിലും പ്ലാൻ ചെയ്തോ, ക്ലാസ് തുടങ്ങി 9:46 ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും, ഇല്ലാലോ?
9:47 ആകുമ്പം ഞാൻ ഇങ്ങനെ ഇരിക്കും, ഞാനൊന്ന് നിവരും, ഞാനൊന്ന് ഒടിയും. ഇല്ല, ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ ക്ലാസ് കേൾക്കാൻ ബോധപൂർവ്വമായിരുന്നു. പക്ഷെ ബോധപൂർവം ക്ലാസ്സിലിരിക്കുമ്പം അബോധപൂർവം എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിൽ നടന്നു. നോക്കിയേ, നമ്മൾ അറിയാതെ നമ്മളിൽ ആരൊക്കെയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ബോധപൂർവ്വം എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അബോധപൂർവ്വം ആരൊക്കെ അത് തകർക്കാനും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. മറന്നു വരുത്. അതാണ് ഉള്ളിലെ ശത്രു. കാരണം അത് നമ്മളിലെ അൺകോൺഷ്യസ് പാർട്ടാണ്, നമ്മളിലെ സബ് കോൺഷ്യസ് പാർട്ടാണ്. അപ്പം കോൺഷ്യസ് പാർട്ടിനേക്കാളും കൂടുതൽ എന്നിലെ സബ് കോൺഷ്യസ് പാർട്ടാണ് എന്നിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കോൺഷ്യസ്ലി ഞാൻ ചൂസ് ചെയ്യണത് എനിക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം. പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് എന്താ ചൂസ് ചെയ്യണത്? കുറച്ചുകൂടി കഴിയട്ടെ. കോൺഷ്യസ് പാർട്ട് എന്ത് ചെയ്യാണ്? നാളെ രാവിലെ 4 മണിക്ക് എണീറ്റ് ഞാൻ തുടങ്ങും. 4 മണിക്ക് എണീറ്റു. പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് എന്താ പറയുന്നത്? കുറച്ചുകൂടി കിടന്നോ, ഒരു 10 മിനിറ്റ്, ഫസ്റ്റ് ഡേ അല്ലേ, ഇന്നൊരു 4:10 തുടങ്ങാം, അത് പിന്നെ 10 മണി വരെ പോകും എന്നല്ല. കാരണം എന്താ? ബോധം ഒന്ന് തിരഞ്ഞെടുക്കുന്നു, ഉപബോധം വേറെ ഒന്ന് തിരഞ്ഞെടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അകത്തുള്ള ആൾക്കാർ തമ്മിൽ വലിയ കോർഡിനേഷൻ ഒന്നുമില്ല. പിന്നെ പുറത്ത് വല്ല കോർഡിനേഷനും കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മുടെ അകത്താണ് നമ്മളുടെ ശത്രു കിടക്കുന്നത് എന്നല്ല. അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ പറഞ്ഞത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം, അല്ലെങ്കിൽ 1000 യുദ്ധങ്ങൾ ജയിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് സ്വയത്തെ യുദ്ധം ചെയ്ത് കീഴടക്കാന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്വയത്തോടുള്ള യുദ്ധം. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മൾ ഉള്ളിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നതോടൊക്കെ ചിലർക്ക് ദേഷ്യമായിരിക്കും, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഈ എന്തെങ്കിലും സ്ട്രെസ് കയറിയ ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ചിലപ്പോൾ എക്സാമിന്റെ സ്ട്രെസ് ആയിരിക്കും, എല്ലാവരോടും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വേറെയുള്ളടത്തായിരിക്കും അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആർക്കൊക്കെ ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കണേ. കാരണം എന്താണ്? ഇത് അകത്ത് എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു ഇറിറ്റേഷൻ ഉണ്ട്. ഈ എനർജി എവിടെയെങ്കിലും റിലീസ് ചെയ്യണം. ഇതിട്ട് ആരോടും പറയാനും പറ്റില്ല, എനിക്കാണിത് സോർട്ട് ഔട്ട് ചെയ്യാനും പറ്റില്ല. ഞാൻ എന്താണ് ഇങ്ങനെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഇന്ന് ഉറക്കം ഉളച്ച് പഠിക്കണമെന്ന് പ്ലാൻ ചെയ്ത് ബോധപൂർവ്വം ഇരിക്കുന്നു, ഉള്ളിൽ ഒരാൾ അപ്പം തന്നെ ഉറക്കം തരുന്നു. നമ്മൾ ആരെയും ക്ഷണിച്ചിട്ടില്ല. അപ്പം ക്ഷണിക്കാതെ എൻ്റെ അകത്തുനിന്ന് കയറി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഒന്ന് ആദ്യം തീരുമാനമാക്കണം, ഇത് എൻ്റെ അകത്ത് സംഭവിക്കുകയാണ്, എൻ്റെ അകത്ത് നടക്കുന്ന ഈ കാര്യത്തെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലോകത്തിൽ എന്തിനാണ് എനിക്ക് പിന്നെ നിയന്ത്രിക്കാൻ പറ്റാം? ഹസ്ബൻഡിനോട് തീർക്കും, പാവം, സാരമില്ല, ഇനിയെങ്കിൽ നമുക്ക് നന്നാവാം, അവർക്കൊക്കെ മോക്ഷം നൽകാം നമുക്ക്. അപ്പം നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരിലൊക്കെ പോയിട്ടില്ലേ ചില കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണേ. ചില വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അച്ഛന് ജോബ് സ്ട്രെസ് ആയിട്ട് വീട്ടിൽ വരും. അപ്പോൾ മൂപ്പർക്കിടെ ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിലായിരിക്കും അമ്മ വന്നിട്ട് ചോദിക്കണേ, അച്ഛനോട് ചോദിക്കണേ, നോക്കി എന്താ നിങ്ങൾക്ക് വേണ്ടേ, നീ ഒന്ന് മിണ്ടാണ്ടിരുന്നേന്ന് പറയും. അപ്പോൾ തന്നെ അമ്മക്ക് ദേഷ്യം പിടിക്കും. ഞാനത് നിങ്ങൾക്ക് എന്താ വേണ്ടെന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ, എന്നോട് എന്തിനാ ചാടിക്കയറാൻ വരുന്ന പറയുമ്പോൾ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകുന്ന അവിടെ 2 കൊടുക്കും. അമ്മക്കത് അവിടെ ഇറക്കി വെക്കാൻ പറ്റില്ല. അപ്പിയായിരിക്കും അച്ഛൻ വരുന്നത് വരെ മൂത്ത മകള് കുറേ നേരമായിട്ട് ഫോൺ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവർ അങ്ങോട്ടും കൂടി ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്, ബിഗ് ബോസിന്റെ കഥ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുഴപ്പമുണ്ടായില്ല. അച്ഛൻ്റെ അടുത്ത് നിന്ന് എന്തോ കിട്ടിയപ്പോൾ അമ്മക്ക് ഇത് അച്ഛനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ കൊണ്ടിട്ട് ആർക്ക് കൊടുക്കും? മൂത്ത മകൾക്ക് അപ്പം കൊടുക്കും. നീ ഇങ്ങനെ ഫോണും പിടിച്ചിരുന്നോ, എന്നിട്ട് അടുത്ത എക്സാമിന് പൊട്ടിക്കോ. അപ്പോൾ മൂത്ത മകള് ഇതെന്തടേ ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന് അമ്മക്ക് ഇപ്പം എന്തേ പറ്റിയേ എന്ന് പറയും. അപ്പം ഇതിങ്ങനെ കൊടുത്ത് മൂത്ത മകൾ പോയിട്ട് ആർക്ക് കൊടുക്കും? ഇളയ മകൾ അവിടെ ഉണ്ടെങ്കിൽ അവക്ക് പോയിട്ട് കൊടുക്കും. അവിടെ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുകയാണ്, അവൾക്ക് നിനക്ക് പഠിക്കാൻ പോയി പഠിച്ചൂടെ എത്തുന്നു. ചേച്ചിക്ക് എന്ത് പറ്റി? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഈ ഇളയ മകൾ എന്ത് ചെയ്യും? എവിടെയൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു കുഞ്ഞാവ ഉണ്ടെങ്കിൽ കുഞ്ഞാവിനെ പറ്റി 2 നുള്ളും. കുഞ്ഞാവ കിടന്ന് കാര്യം, കുഞ്ഞാവക്കറിയില്ലത് എവിടുന്നാ വന്നത്. പക്ഷെ കുഞ്ഞാവക്കും പ്രതിഷേധം ഉണ്ട് ഉള്ളിൽ. കുഞ്ഞാവ് എന്ത് ചെയ്യും? അവിടെ വല്ല പൂച്ചയോ പട്ടിയോ ടോയൊക്കെ ഉണ്ടെങ്കിൽ അതിനടുത്ത് ഒറ്റ എറിയും. ഇങ്ങനെ കമ്പൈൻഡ് റിയാക്ഷൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിന്റെ സോഴ്സ് എവിടെ കിടക്കണേ? നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇമോഷണൽ മാനേജ്മെന്റും പെർഫോമൻസും, അത് എക്സാം മാത്രമല്ല കേട്ടോ, ലൈഫിലെ ഏത് പെർഫോമൻസും നമ്മുടെ ഇമോഷണൽ മാനേജ്മെന്റും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. നമ്മൾ വികാരഭരിതരായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വിവേകം പ്രവർത്തിക്കൂല. അതോടെ ഞാൻ പറയലേ, ഈ മോട്ടിവേഷൻ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ കൂടുതൽ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം മോട്ടിവേഷൻ നമുക്ക് വികാരം തരും, പക്ഷെ വിവേകം പോയിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ അതിനപ്പുറത്തേക്ക് വിവേകമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഉദിക്കേണ്ടത്. പലപ്പോഴും വൈകിട്ട് വിവേകം ഉദിക്കില്ല. അപ്പം എന്ത് ചെയ്യും? സമയമൊക്കെ കുറേ കഴിയുമ്പം കുറച്ചുകൂടി നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങായിരുന്നില്ലേ എന്ന് വിവേകം വരാറുണ്ട്. അതുവരെയുള്ള വികാരത്തിൻ്റെ കെട്ട കഴിഞ്ഞു പോയി അല്ലേ? ആ വിവേകം ഉദിക്കുന്ന സമയത്തോ വീണ്ടും അടുത്ത വികാരം വരും, എനിക്കിനി സമയമില്ലാലോ. എന്നാൽ ഇനി മുതലേക്ക് വിവേകത്തോടുകൂടി പ്രവർത്തിക്കണ്ടേ. അപ്പോഴേക്ക് അടുത്ത വികാരത്തെ വിളിച്ച് കയറ്റിയത് എനിക്ക് സമയമില്ലാലോ. പിന്നെ അതാണ് അടുത്ത വികാരം. അപ്പം വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റുമ്പം, ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മുടെ പെർഫോമൻസ് കൂടുന്നത്. ആ ഇമോഷണൽ മാനേജ്മെന്റിന് നമുക്ക് ഇട്ട് വിളിക്കാവുന്ന ഓമനപ്പേരാണ് ഡിസിപ്ലിൻ അല്ലേ?
അതാണ് എന്ത് ഡിസിപ്ലിൻ. നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ 110 എക്സ്ട്രീം ആയിട്ട് 4 മണിക്കൂറും 5 മണിക്കൂറും 10 മണിക്കൂറും പഠിച്ചിട്ടും കാര്യമില്ല, ഇതിന്റെ റിസൾട്ട് വരില്ല. ചില കുട്ടികളുടെ കാര്യം കഷ്ടമാണ്. ദേ ആർ വർക്കിംഗ് ഹാർഡ്, 5 hours 10 hours ഒക്കെ വർക്ക് ചെയ്യുന്നു. എന്നാൽ വേറെ ചില ടീംസ് ഉണ്ടായിരിക്കും ഇവരിപ്പോൾ ഡെയിലി 2 hour ഒക്കെ വർക്ക് ചെയ്യുന്നതായിരിക്കും, ഭയങ്കര റിസൾട്ട് ആയിരിക്കും. അപ്പം ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു വർക്ക്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു വർക്ക്, എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സ്മാർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റിനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് വർക്ക് ചെയ്താൽ കൂടുതൽ റിസൾട്ട് കിട്ടും. വി കോൾ ഇറ്റ് ആസ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ പ്രൊഡക്റ്റീവ് ആവാന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ബിസി ആയിരിക്കും, കുറേ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ റിസൾട്ട് കുറച്ചായിരിക്കും എന്നല്ല. വേറെ ചില ആൾക്കാർ കുറച്ച് ചെയ്യും, കൂടുതൽ റിസൾട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ചെയ്ത് കൂടുതൽ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുക, നമ്മുടെ ഇന്നർ വേൾഡിനെ മാനേജ് ചെയ്യാൻ മോണിറ്റർ ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മോണിറ്റർ ചെയ്യാൻ പഠിക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, ആരൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് നമ്മളെ മൈൻഡിനെ എങ്ങനെയൊക്കെ ആക്കിയെടുക്കുക. അതിൽ ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് ചിന്തകളെ കൊണ്ടാണ്, ചിന്തകളിലാണ് അല്ലേ. 24 മണിക്കൂർ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ചിന്തയില്ലാത്തൊരു സമയമില്ല. നമ്മൾ അറിഞ്ഞും ചിന്തിക്കുന്നുണ്ട്, അറിയാതെയും ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഓർത്തൊക്കെ, നിങ്ങൾ അറിഞ്ഞ് ചിന്തിക്കുന്ന കാര്യങ്ങളാണോ അറിയാതെ ചിന്തിക്കുന്ന കാര്യങ്ങളാണോ കൂടുതൽ? അറിഞ്ഞ് ചിന്തിക്കുന്ന കാര്യം കുറച്ചുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കാണ്ട് ആരൊക്കെയോ എന്ന് പറഞ്ഞു പോയ കുറേ കഥകളായിരിക്കും. ഇപ്പം തന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ അറിഞ്ഞ് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ ഇപ്പോഴും മറ്റേ കഥ ഞാൻ പറയില്ല, വീട്ടിലെ ആ പൂച്ചനെ കുഞ്ഞനെ എറിഞ്ഞറിയില്ല, അത് ആലോചിച്ചിരിക്കുക. വീട്ടിലെ ഏതൊക്കെ രംഗം ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക. നമ്മൾ തിരഞ്ഞെടുത്താണോ? സാറ് അവിടെ എത്തിയിട്ട് ആ കുഞ്ഞനും പൂച്ചൻ്റെ കഥ പറയുമ്പോൾ ഞാൻ അത് ഓർത്ത് ഇങ്ങനെ ഇരിക്കും. നമുക്ക് പറ്റുന്നില്ല, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കാര്യം ചൂസ് ചെയ്യുമ്പോഴേക്ക് ഉള്ളുന്ന ഒരാൾ അല്ല ഇതൊരുത്തെങ്കിലും പോയിക്കോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലേ? അപ്പം നമ്മൾ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചരിത്രത്തിലെ പ്രധാനപ്പെട്ട എന്താണ് ഇയറുകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 947 പറഞ്ഞുകൊണ്ടിരിക്കുമ്പം 947 സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റിയില്ല, സ്വാതന്ത്ര്യം കിട്ടിയ കാര്യത്തെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഫ്രീഡം ഫൈറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്ന് ഒരു കഷ്ണം കിട്ടി അങ്ങനെ കൊണ്ടേ ഇങ്ങനെ കൊണ്ടേ നമ്മൾ വേറെ എവിടെയോ പോയിരിക്കും. അപ്പോഴേക്ക് സാധനം വേറെ വഴിക്ക് പോയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പറയും ഞാൻ എവിടെയോ എത്തി അല്ലേ. അപ്പം അറിയാതെ ചിന്തിക്കുന്ന ചിന്തകളാണ് കൂടുതൽ, അറിഞ്ഞ് ചിന്തിക്കുന്നത് വളരെ കുറവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞ് ചിന്തിക്കുന്ന അവസരങ്ങൾ കൂട്ടിത്തുടങ്ങുക. അത് പ്രാക്ടീസ് ചെയ്തതിന് പറഞ്ഞ പേരാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എക്സാമിന് വേണ്ടി മാത്രം ചെയ്യേണ്ടതല്ല. കാരണം നമ്മുടെ മനസ്സ് എക്സാമിന് വേണ്ടി മാത്രം നന്നാവില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നന്നാവുകയാണെങ്കിൽ മൊത്തത്തിൽ നന്നാവണം, അല്ലാണ്ട് എക്സാമിന് വേണ്ടി മാത്രം ഞാൻ നന്നാവുന്നു അവിടെ ഞാൻ അങ്ങനെയല്ല. ഈ മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പ്രവർത്തിക്കുന്ന, നമ്മുടെ വീട്ടിലെ സാഹചര്യവും നമ്മുടെ കൂട്ടുകെട്ടും നമ്മുടെ പരിസരവും നമ്മുടെ മറ്റുള്ള എല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ മനസ്സിന് എല്ലാം കൂടി ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എക്സാമിന് വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എക്സാമിന് വേണ്ടി മാത്രമല്ല, ജനറലി നിങ്ങളുടെ മനസ്സിനൊന്ന് നന്നാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും. മനസ്സെന്ന് പറഞ്ഞാൽ വീട്ടിലെ മെയിൻ സ്വിച്ച് പോലെ, അത് ഓഫാക്കിയ എല്ലാ റൂമത്തെ ലൈറ്റും പോകും, അത് ഓണാക്കിയാൽ എല്ലായിടത്തും ലൈറ്റ് കത്തും ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് എനിക്ക് ഈ മുറിയിൽ മാത്രം വെളിച്ചം മതി എന്ന് കരുതിയിരിക്കുക, അങ്ങനെയാണ് അവിടുത്തെ സ്വിച്ച് ഓണാക്കി ഓഫാക്കി അത് മാത്രം നടക്കേണ്ടി വരും. പക്ഷെ ഇതിലേക്കുള്ള പവർ സപ്ലൈ വരുന്നത് മെയിൻ സ്വിച്ച് എന്നാണ്. മൈൻഡാണ് മെയിൻ സ്വിച്ച്. അതുകൊണ്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പഠനത്തിലാണ്, പക്ഷെ നിങ്ങളെ ബാധിക്കുന്നത് വീട്ടിലത്തെ ഇഷ്യൂ ആയിരിക്കാം. രണ്ട് കാര്യങ്ങളാണ്, പക്ഷെ വീട്ടിലെ കാര്യം എങ്ങനെ പഠനത്തെ ബാധിക്കുന്നു? രണ്ട് മുറികളാണ്, പക്ഷെ രണ്ടും ഫംഗ്ഷൻ ചെയ്യുന്നത് മനസ്സെന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ബാധിക്കുന്നതും ബാധിക്കാത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു ബാധയായി മാറിയിട്ടുണ്ട്. ഈ ബാധയൊക്കെ ഒന്ന് ആദ്യം ഒഴിപ്പിക്കണ്ടേ? ഈ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ അകത്ത് ഞാൻ അറിയാതെ എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റി അറിയാം. ഞാൻ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സുണ്ട്, സംഭവിപ്പിക്കുന്ന മനസ്സുണ്ട്. അതിൽ എനിക്ക് എന്തൊക്കെയാണോ സംഭവിപ്പിക്കേണ്ടത് അത് മാത്രം പറഞ്ഞു കൊടുക്കാം. നമ്മുടെ മനസ്സിനോട് പറഞ്ഞു കൊടുക്കണം, മോനെ ഞാൻ ബുക്ക് തുറക്കുന്ന സമയത്ത് ഉറക്കം തരരുത്, ബുക്ക് തുറക്കുന്ന സമയത്ത് എനിക്ക് ഉണർച്ച തരൂ. മനസ്സിലായില്ലേ? ഉണർച്ച തരൂ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? പഠനമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഉറക്കം തരും. നേരെ തിരിച്ചാ സംഭവിക്കല്. നേരെ പോയിട്ട് ബുക്ക് തുറന്നാൽ ഉറക്കം വരും, എന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് എണീക്കുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും ബുക്ക് തുറന്നാലോ വീണ്ടും ഉറക്കം വരും. ഇങ്ങനെ ആയിപ്പോലെ പഠിക്കേണ്ടതെന്ന് അറിയിരിക്കും, ഇങ്ങനെ ഇരിക്കും, പഠിക്കണമെന്ന് കരുതിയിരിക്കുമ്പോൾ വീണ്ടും ഉറക്കം വരും. അപ്പോൾ ഇത് തിരിച്ച് പഠിപ്പിച്ചു കൊടുക്കണം, മോനെ ബുക്ക് തുറക്കുമ്പം ഉണർന്നിരിക്കുക, ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുക. ചില ആൾക്കാർക്ക് ഉറക്കം തന്നെ പോയിക്കണം അല്ലേ? നന്നായിട്ട് ഉറങ്ങിയിട്ട് എക്സാം ഓർത്തിട്ട് ഉറക്കം പോയ കുറേ ആൾക്കാർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സാമിനെ ഒരിക്കലും ഒരു സുനാമി ആയിട്ട് കാണരുത്. ഇത് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയൊരു പാറ്റേൺ ആണ്. ഇപ്പോൾ 10th പഠിക്കുന്ന കുട്ടികളോട് ആദ്യം പറയുന്നത് പബ്ലിക് എക്സാം ആണ് ശ്രദ്ധിക്കണം, കോമ്പറ്റീറ്റീവ് എക്സാം ആണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ലിസ്റ്റൊക്കെ ഇടും. എന്നിട്ട് എങ്ങനെയെന്ന് പറയും. അപ്പം ഓരോ തവണ ഓരോ കാര്യം പഠിപ്പിക്കുമ്പോഴും സൂക്ഷിക്കണം. ഈ സൂക്ഷിക്കുക എന്ന് പറയല് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞും സൂക്ഷിക്കുക എന്ന് പറയുന്ന നമ്മൾ വ്യത്യാസമുണ്ട്.
നമ്മൾ ശ്രദ്ധിക്കാനായിരിക്കും പറയുന്നത്, സൂക്ഷിക്കാനായിരിക്കും പറയുന്നത്. പക്ഷെ ചില ആൾക്കാരോട് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്താ അറിയോ, അതിൻ്റെ കൂടെ ഒരു സാധനം ഒരു മുന്നേ ഫീൽ ചെയ്യും. സൂക്ഷിക്കുക എന്ന് കേൾക്കുമ്പോൾ പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഇതേപോലെ എക്സാം ഫീൽ ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും, ഈ ഫീലിങ്ങോടുകൂടി പഠിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പം സുനാമി വരാൻ പോകുന്ന പോലെ ചിലർക്ക് എക്സാം എന്ന് പറഞ്ഞാൽ, അപ്പം ഇത്ര ദിവസം കൊണ്ട് ആവേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഉള്ളിൽ ഇന്നർ വേൾഡ് എന്താ, ആവാനായി അടുത്തെത്തി കഴിഞ്ഞു. അപ്പോൾ വെൽ പ്ലാൻ, വെൽ പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ നടത്തി. നമ്മൾ തളരരുത്, നമ്മൾ ക്രാക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് മോട്ടിവേഷനാണ് കൊടുക്കണം. ഇപ്പുറത്ത് കിട്ടുന്ന എന്താ ടെൻഷനാണ്. അപ്പം സുനാമി വന്നാൽ എന്ത് ചെയ്യണം, ട്രെയിനിങ് കിട്ടിയില്ല ഓടിക്കയറിയേക്കണം. മലയുടെ മണ്ടയിലാണെങ്കിൽ മരത്തിന്റെ മണ്ടയിലാണെങ്കിൽ എവിടേക്ക് ചാടി കയറിയേക്കണം. നീ വെൽ പ്ലാൻഡ് ആണ്, വെൽ ട്രെയിൻഡ് ആണ്, ഒക്കെ ട്രെയിനിങ് ഒക്കെ സെറ്റാ. ഇനി പറയാം 3 ദിവസമുള്ളൂ സുനാമി വരാൻ. യെസ് ഐ എം റെഡി. സംഭവം പേടിച്ചിട്ടാണ്. 1 ദിവസമുള്ളൂ വരാൻ. ഇന്ന് രാവിലെ 10 മണിക്ക് 9:55 ടിക് 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 അതാ ഇൻവിജിലേറ്റർ പേപ്പറും കൊണ്ട് വന്നു കഴിഞ്ഞു. സുനാമി വന്നേ എന്ന് പറഞ്ഞ ഒറ്റ ആക്കും മരത്തിന്റെ മണ്ട കയറാൻ കഴിയില്ല, ബോധം കെട്ടു വന്നു. എന്തുകൊണ്ടാ, അവിടെ ആക്ച്വലി ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് മൊത്തം പാനിക് ആയിട്ടാണ്. അപ്പം നമ്മൾ ഈ ഇമോഷനോടുകൂടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഇമോഷനെ ആ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യും, നമ്മുടെ മൈൻഡ് റെഫറൻസ് എടുക്കും. എക്സാം എന്ന കാര്യത്തിൽ ഇവൻ കുറച്ച് ദിവസമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിനോടുള്ള ഇവന്റെ മനോഭാവം എന്താ, ഫിയർ ആണോ? അപ്പോൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ ഇത് ഫിയർ ക്രിയേറ്റ് ചെയ്ത് തരും. എന്നാൽ എക്സാം എന്നതൊക്കെ ഒരു കാര്യത്തിൽ ഇവൻ പ്രിപ്പയർ ചെയ്തു, ഇവന്റെ മനോഭാവം ഇന്റേണൽ സ്റ്റേറ്റ് എന്താണ്, കൂൾ ആണോ കാം ആണോ എങ്കിൽ എക്സാമിൽ എത്തുമ്പോഴും അത് റെപ്ലിക്കേറ്റ് ചെയ്തു തരും, അത് ഫീൽ ചെയ്യിപ്പിച്ചു തരും. ഈ പഠനത്തിന്റെ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. പഠിക്കുന്ന സമയത്ത് ഭയത്തോടു കൂടി പഠിക്കുമ്പം പഠിച്ചതിന്റെ പകുതി അകത്ത് പോകും, ഫുള്ള് പോവില്ല. നമുക്ക് തോന്നും ഫുള്ള് പോയി എന്നൊക്കെ. അപ്പം 8 ചാപ്റ്റർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഭയത്തോടു കൂടി പഠിച്ചാൽ 4 ചാപ്റ്ററിന്റെ സാധനം ഉള്ളിൽ പോയിട്ടുണ്ടാവുള്ളൂ, ബാക്കി പോയി. കാരണം ഫിയർ ഉണ്ടെങ്കിൽ ഫുള്ള് നമ്മുടെ ഇന്നർ മൈൻഡിലേക്ക് പോയാൽ അത് ക്രിട്ടിക്കൽ ഫിൽറ്റർ, നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെയും ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സബ് കോൺഷ്യസിന്റെ ഇടയിൽ ഒരു ഫിൽറ്റർ ഉണ്ട്, ഒരു അരിപ്പുണ്ട്. ഈ അരിപ്പ ഫിയറിനനുസരിച്ചാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഫിയർ ഉള്ള കാര്യത്തെ ഫുള്ളായിട്ട് കയറ്റില്ല, കുറച്ചെടുത്ത് കുറച്ച് ഉള്ളോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ പകുതിയെ കയറിയിട്ടുണ്ടാവുള്ളൂ. ഫിയറോട് കൂടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അകത്തേക്ക് 50% കയറിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 8 ചാപ്റ്റർ പഠിച്ചാൽ 4 ചാപ്റ്ററിന്റെ ഗുണം ഉള്ളോട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയോ ഇത് ഒന്നാമത്തെ ഘട്ടം, പ്രിപ്പറേഷനുള്ള ഫിയർ. ഇനി ഇത് കഴിഞ്ഞിട്ട് എക്സാമിന് ഫിയർ ഉണ്ടെങ്കിൽ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് ആ ഫിയർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫിയർഫുൾ ആയിട്ട് അകത്തേക്ക് പോയ കാര്യത്തെ പുറത്തെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അകത്തേക്ക് പോയതിന്റെ പകുതിയെ പുറത്തേക്ക് വരും. അപ്പോൾ 4 ഓൾറെഡി പോയിട്ടുള്ളൂ വിത്ത് ഫിയർ, ഇനി പുറത്തേക്ക് വരുന്നത് 4ന്റെ പാതി 2. അപ്പം നമ്മൾ എത്രയാണോ പ്രിപ്പയർ ചെയ്ത് അതിന്റെ 25% പെർഫോം ചെയ്യാൻ പറ്റും. വൈ? വിത്ത് ഫിയർ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. അപ്പം ഫിയർ വന്നു കഴിയുമ്പോൾ എല്ലാറ്റിൻ്റെ പകുതിയെ നമുക്ക് എന്തെങ്കിലും ഉള്ളോട്ട് കയറുള്ളൂ, പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ വിത്ത് കാം കൂൾ മൈൻഡോട് കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്തു, ഫൈൻ, റിലാക്സ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തു, അത് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്തു, അത് ഉള്ളോട്ട് കയറി എന്നുള്ളതാണ്. ഇനി അതിനുശേഷം അതേ റിലാക്സ് സ്റ്റേറ്റോട് കൂടി നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച ഇമോഷൻസ് അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത കാര്യങ്ങൾ റിലാക്സ്ഡ് സ്റ്റേറ്റിലാകുമ്പോൾ താനേ ഇങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ബോധം മനസ്സിലേക്ക് ഉപബോധം ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കാൻ ആൻസർ ഇങ്ങനെ വരാൻ തുടങ്ങും, കാമാകുമ്പോൾ, കൂളായിട്ടിരിക്കുമ്പോൾ. അപ്പോൾ ഈസി ആയിട്ട് വരും. അപ്പം അകത്തേക്ക് വെക്കുന്ന പ്രോസസ്സും റിലാക്സ് സ്റ്റേറ്റ് ആയിരിക്കണം, പുറത്തേക്ക് എടുക്കുന്ന പ്രോസസ്സും റിലാക്സ് സ്റ്റേറ്റിലായിരിക്കണം. അപ്പോൾ പഠിക്കുന്ന സമയത്തും എക്സാം ഹാളിലും കാംനെസ് ആൻഡ് റിലാക്സ്ഡ് സ്റ്റേറ്റ് നമുക്ക് എന്താണ് ഫോക്കസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ആക്സസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്സാമിൻ്റെ തലേന്നല്ല കാംനെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എക്സാമിന് മുന്നേ തന്നെ, എക്സാമിന് വേണ്ടിയിട്ട് ഇത് മാത്രമല്ല ജനറലി തന്നെ ഡെയിലി നമ്മൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് കാംനെസ് സ്റ്റേറ്റിലൂടെ കടത്തി വിടണം, നമ്മുടെ മനസ്സിനെ ഒന്ന് റിലാക്സേഷൻ സ്റ്റേറ്റിലൂടെ കടത്തി വിടണം. കാരണം ഇത് എല്ലാറ്റിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവം, പഠനത്തിന് വേണ്ടി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ്. ഈ ഒരു സെക്കൻഡിൽ പോലും നിങ്ങൾ ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ബീറ്റ് കറക്റ്റായിട്ട് മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ അകത്തിരുന്ന് ആരോ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ മനസ്സിന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശ്വസനം നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ ശ്വസനത്തിനും ആരോ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അകത്തിരുന്നുണ്ട്, അതിനൊരു ബോധമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മുടെ ശ്വസനം നടക്കുന്നുണ്ട്, ശ്വസന പ്രക്രിയ നടക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ മനസ്സ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ബാലൻസ് പോലും റിത്തം പോലും എന്ത് ചെയ്യുന്നുണ്ട്, അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ 100,000 കാര്യങ്ങൾ നമ്മൾ ബോധപൂർവം ഒരു കാര്യം നോക്കുമ്പോൾ പോലും 100,000 കാര്യങ്ങളെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മനസ്സ്. ഇത്രയും കാര്യങ്ങളെ മാനേജ് ചെയ്യുന്ന മനസ്സിനാണോ നിങ്ങളുടെ എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യൽ ഇത്ര പ്രയാസം?
അത് ഈസിയാണ്. പക്ഷേ നമ്മൾ എന്തിലാണോ ഫിയർഫുൾ ആകുന്നത്, എന്തിലാണോ ഡൗട്ട്ഫുൾ ആവുന്നത്, എന്തിലാണോ ആങ്ഷ്യസ് ആവുന്നത്, ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ, ആ ഇമോഷൻ കയറി കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഈസി ഫങ്ഷനിങ്ങിന് അത് ബാധിക്കും. അതുകൊണ്ട് ഫസ്റ്റ് പ്രിയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനാണ്, നമ്മുടെ മെൻ്റൽ കാംനെസ്സിനെയാണ്, മെൻ്റൽ റിലാക്സേഷനെയാണ്. അപ്പം ഏറ്റവും ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ലേണിംഗ് സംഭവിക്കുന്ന മാനസിക അവസ്ഥയെ പറ്റിയിട്ട് പഠനങ്ങൾ പറയുന്നത് ആൽഫ സ്റ്റേറ്റ് എന്നാണ്. ആൽഫ സ്റ്റേറ്റ് ലേണിംഗ് എന്ന് പറയും. ആൽഫ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് നമ്മുടെ മനസ്സിന്. ഈ ഒരു അവസ്ഥയിൽ പഠിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് പഠിക്കാൻ പറ്റലും. ഈ അവസ്ഥയിൽ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മെൻ്റൽ ഡിസ്ട്രാക്ഷൻ കുറവായിരിക്കും. ഈ ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ മാക്സിമം റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ്. മാക്സിമം റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പം പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മളെപ്പോഴും ഒന്ന് റിലാക്സേഷൻ ടെക്നിക്ക് ഫോളോ ചെയ്യണം, റിലാക്സേഷൻ മെത്തേഡ്സ് ഫോളോ ചെയ്യണം. ഒന്ന് നമ്മളെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താ, നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. എനിക്ക് മാക്സിമം റിലാക്സേഷൻ തരുന്ന കാര്യങ്ങൾ എന്താണ്, ആ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റ് ആക്സസ് ചെയ്ത് തിരിച്ച് വന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനും പഠനത്തിലേക്ക് പ്രവേശിക്കാൻ. റിലാക്സേഷൻ ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്ന പീക്ക് പെർഫോമൻസ് ലേണിംഗ് സ്റ്റേറ്റ് സംഭവിക്കുന്ന ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥ, അതിൻ്റെ തുടക്കം നമ്മുടെ ശ്വസനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് മുതലാണ്. ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്, സ്റ്റെപ്പ് പറഞ്ഞു, അതോടുകൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഈ ടെക്നിക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് ചേഞ്ചസ് ഫീൽ ചെയ്യും. ബാക്കി നമുക്ക് കുറേ ഇഷ്യൂസ് പറയുന്നതിനപ്പുറത്തേക്ക് ഈ ടെക്നിക്കിലേക്ക് നമ്മൾ കാര്യം മതി. അപ്പം നമ്മളുടെ സ്ട്രെസ്ഫുൾ ആവുന്ന സമയത്ത് നമ്മുടെ ബ്രീത്ത് റേറ്റ് ഒരു മെത്തേഡിലായിരിക്കും, ഒരു മോഡലായിരിക്കും. ടെൻഷൻ അടിക്കുമ്പോൾ ബ്രീത്ത് റേറ്റ് മാറാറില്ല. സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബ്രീത്ത് റേറ്റ് വേറെ ആയിരിക്കും. അപ്പം ആർക്കും തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് സങ്കടപ്പെടാൻ കഴിയില്ല. എങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് സങ്കടപ്പെട്ട ഒരു മിനിറ്റ്, അമ്മേ എനിക്കെന്തോ ഒരു വിഷമം, കഴിയൂല. കാരണം എന്താ, നമ്മൾ ബ്രീത്തും ബോഡി മാക്സിമം റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് താനേ കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ വരില്ല. ടെൻഷൻ അടിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് താനേ കൂടില്ലേ, അപ്പം നമ്മുടെ ബ്രീത്ത് റേറ്റ് മാറും. അപ്പം ബ്രീത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാട് കയറി ചിന്തിക്കുകയായിരിക്കും ടെൻഷൻ അടിക്കുന്ന സമയത്ത്, സ്ട്രെസ് അടിക്കുന്ന സമയത്ത്. നമ്മൾ അറിയാണ്ട് ബോഡി ലാംഗ്വേജ് എങ്ങോട്ടോ പോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കും, ഇപ്പം ചെരിഞ്ഞ് വീഴുന്നുള്ള കോലത്തിലൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരിക്കും, ആലോചിച്ച് ചിലരെവിടെ എത്തും മൊത്തത്തിൽ ചരിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടായിരിക്കും അമ്മേ എന്താണ് എൻ്റെ അവസ്ഥ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് നമ്മൾക്കറിയില്ല നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറിയത്. പുറത്തുനിന്നുള്ള ഒരാൾക്ക് കാണാൻ ഇതെനിക്ക് എന്തേ പറ്റിയേ, ആകെ സീനാണല്ലോ അവസ്ഥ. ബാക്കിയുള്ളവർക്കേ കാണും, നമ്മൾ അറിയുന്ന പോലില്ല. കാരണം എന്താ, നമ്മുടെ ബ്രീത്ത് റേറ്റ് മാറി, നമ്മൾ ഇമാജിനറി വേൾഡിലേക്ക് പോയി, വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക, എവിടെക്കോ പോയി കുറേ കഴിയുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വരാനാകുമ്പോൾ നമ്മളെങ്ങനെ തിരിച്ചു വരാം, ഇങ്ങനെയൊക്കെ പോയിട്ട് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം എന്താ, ഈ ബോധത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ബ്രീത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് നാച്ചുറലി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യമാണ്. ഇത് നമ്മളെല്ലാവരും പ്രകടമാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ബോധത്തിലേക്ക് ഒരു വേണ്ടാത്ത എന്തൊക്കെ ആലോചിച്ച് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ നമ്മൾ ബ്രീത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ വരൂ. എന്നാൽ നേരത്തെ തന്നെ ബ്രീത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ നേരത്തെ അങ്ങോട്ട് തിരിച്ചു വന്നൂടെ. അപ്പം ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, ബോധപൂർവം ശ്വാസം എടുക്കാൻ. ശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് രണ്ടാൾക്കും യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടും ശ്വാസം എടുക്കാൻ പറ്റും, ഞാൻ അറിയാണ്ടും ശ്വാസം എടുക്കുന്നുണ്ട്, അല്ലേ? അതേസമയത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ ബീറ്റ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഹൃദയത്തിൻ്റെ ബീറ്റ് അടിക്കുന്ന അറിയാൻ പറ്റില്ലാണ്ട് ഒന്ന് സ്ലോ ആയിക്കോളൂ, ഒന്ന് സ്പീഡ് ആയിക്കോളൂ ആവൂല, അതെന്നെ കൊണ്ട് പറ്റൂല. അപ്പോൾ അതെൻ്റെ നിയന്ത്രണത്തിലല്ല. പക്ഷെ ശ്വാസത്തിൻ്റെ പ്രത്യേകത, എന്നിലെ ഉപബോധവും ബോധവും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എൻ്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ. അപ്പം ഉപബോധവും ബോധവും ഒരുമിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ശ്വാസത്തെ എനിക്ക് ബാലൻസ് ചെയ്യാൻ, എൻ്റെ ബോധത്തോടു കൂടി എടുത്തിട്ട് അതിൻ്റെ റിത്തം മാറ്റാൻ കഴിഞ്ഞാൽ എൻ്റെ ഉപബോധത്തെ എൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിൽ ഇരുന്നിട്ട് പിറുവിറുക്കുന്ന ആൾ, ഇയാൾ എൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒന്നാമത്തെ മെത്തേഡ് എന്താ, ഇയാൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രീത്തിന് ഞാൻ എൻ്റെ കയ്യിലേക്ക് അങ്ങ് എടുക്കുക, എന്നിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ശ്വാസം എടുക്കുക. ഇപ്പം എൻ്റെ നിയന്ത്രണത്തില്ല, ഞാൻ തീരുമാനിക്കുക എത്ര നേരം ഹോൾഡ് ചെയ്യണം, എത്ര നേരം റിലീസ് ചെയ്യണം. അല്ലെങ്കിലോ തോന്നിയ പോലെ ടെൻഷൻ്റെ അളവിനനുസരിച്ചിട്ടായിരിക്കും ബ്രീത്ത് റേറ്റും ഹാർട്ട് ബീറ്റൊക്കെ. നേരെ തിരിക്കുന്നു. അപ്പോൾ റിലാക്സേഷൻ ടെക്നിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രീത്തിങ്ങിലൂടെ, ബ്രീത്തിങ് എക്സസൈസിലൂടെയാണ്. ഇപ്പോൾ പ്രാണായാമ ഒക്കെ പറയുമ്പോൾ തന്നെ ബ്രീത്തിങ് എക്സസൈസിലൂടെ. അതുകൊണ്ട് തന്നെയാണ് ഏത് മാർഷൽ ആർട്സ് പഠിക്കാൻ പോയാലും, ഏത് കല പഠിക്കാൻ പോയാലും, കലകളൊക്കെ പ്രാക്ടീസ് ചെയ്യണ മുന്നേ ഒന്ന് ബ്രീത്ത് എക്സസൈസ് ഉണ്ടായിരിക്കും. ജിമ്മിൽ പോയാലും ഉണ്ടായിരിക്കും വാമപ്പ്. ഇതായിരിക്കും വേണ്ട, നേരെ പോയിട്ട് മറ്റേ സാധനം ഡമ്പലെടുത്ത് അടിക്കാനാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ആദ്യം ഇന്റേണൽ വേൾഡ് സെറ്റ് ആയിട്ട് വേണം ആ പ്രോസസ്സിലേക്ക് അടുക്കാൻ.
അതിന് ആരും പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മുടെ ആന്തരിക ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും ശരിയായ രീതിയിൽ സ്ഥാപിക്കണമെങ്കിൽ ആന്തരിക ലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബോധതലത്തെ നമ്മുടെ ബോധ മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ സ്മരണയിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് സ്മരിച്ച് ഒന്ന് എടുത്ത് റിലീസ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് ആക്കിയിട്ട് പ്രവർത്തനത്തിലേക്ക് പോയാൽ സെറ്റാവും. അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം മുന്നേ എല്ലാവരും ഈ ആക്ച്വലി ഒന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആക്ച്വലി ബ്രീത്ത് റേറ്റ് മാറാ ചെയ്യണത്. ആ ബ്രീത്ത് റേറ്റ് മാറിയിട്ടുള്ള പ്രാർത്ഥന ആവുന്നുള്ളൂ. എല്ലാണ്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമേ രക്ഷിക്കണേ, എങ്ങനെയും ശരിയാക്കി തരാം, ഈ പ്രശ്നം എങ്ങനെയും പാസ്സാക്കി തരുമെന്ന് പറയുമ്പോൾ ബ്രീത്ത് റേറ്റ് ഉള്ളതും കൂടാ. ഇത് നേരെ പണിയാണ് ആവണത്. അപ്പോൾ ദൈവം തന്നെ പറഞ്ഞില്ല, മോനെ ശാന്തനാകൂ, നീ എൻ്റെ അടുത്ത് വന്നാൽ ശാന്തനാവാനല്ലോ എന്ന്, ഇവിടെ കയറി ഉള്ളതും കൂടി കൊളാക്കാനല്ലല്ലോ വന്നത് എന്നുള്ള രീതിയിലേക്ക് ശാന്തമായിട്ടുള്ള സൈലൻസ് ഈസ് ഫുൾ ഓഫ് ആൻസേഴ്സ്. അങ്ങനെയാണ് ജലാലുദ്ദീൻ റൂമി പറഞ്ഞത്. സൈലൻസ് ഈസ് കാംനെസ് ഈസ് സൂപ്പർ പവർ. അതാണ് ബ്രൂസ്ലി പറഞ്ഞത്. അപ്പം ഈ ഇമോഷണൽ മാസ്റ്ററിയിലെത്തിയ എല്ലാ ആൾക്കാരും ഇന്റേണൽ വേൾഡ് കാമാക്കിയിട്ട് കീപ്പ് ചെയ്യാൻ പഠിച്ചവരാ. അങ്ങനെ എത്തിയവർ ഭയങ്കര ശാന്തന്മാരായിരിക്കും, ഭയങ്കര കൂളായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ചില ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും എല്ലാ കാര്യം വളരെ ഭംഗിയിൽ കൂളായിട്ട് ജഗബോഗം ഒന്നും ഇല്ലാണ്ട് എക്സ്ട്രീം ഒന്നാണ്ട് ഇങ്ങനെ ചെയ്തു പോകും. കാരണം എന്താ, അവരുടെ ബ്രീത്ത് പാറ്റേൺ നോക്കിയാൽ മതി. അവരുടെ ബ്രീത്ത് പാറ്റേൺ മാക്സിമം റിലാക്സ്ഡ് പാറ്റേൺ ആക്കി. ആ പാറ്റേൺ നമ്മൾ പറയും ആൽഫ സ്റ്റേറ്റ് എന്നാണ്. മീൻസ് നമ്മുടെ ബ്രീത്ത് നമ്മൾ മാക്സിമം അറിഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഡെയിലി രാവിലെയോ രാത്രിയോ പഠിക്കുന്ന മുന്നേ ഒക്കെ ആയിട്ട് നമ്മൾ ഒന്ന് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത്, ഞാൻ ശ്വസിക്കുന്നുണ്ടല്ലോ, ഇതെൻ്റെ ശ്വാസമാണല്ലോ, ഞാൻ എൻ്റെ ശ്വാസം ഒന്ന് അറിയട്ടെ. കുറച്ച് സമയം ഒന്ന് എൻ്റെ ശ്വാസത്തിൽ ഞാൻ അറിഞ്ഞ് ശ്വസിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ഇമോഷൻ മാറും. ടെൻഷൻ അടിക്കുന്ന സമയത്ത്, സ്ട്രെസ് വരുന്ന സമയത്ത് ശ്വാസം ഒന്ന് അറിഞ്ഞെടുത്ത് ഫീൽ ചെയ്ത് ശ്വാസത്തെ ഫീൽ ചെയ്യുമ്പോഴേക്ക് സ്ട്രെസ്സിൻ്റെ ഇമോഷൻസ് മാറും, ഫീലിങ്സ് മാറും, അതിൻ്റെ അവെയർനെസ് നമ്മുടെ മനസ്സ് മാറും. കാരണം ശ്വാസത്തിൻ്റെ അളവ് മാറുന്നതിനനുസരിച്ചിട്ട് സ്ട്രെസ്സിന് നിലനിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. അപ്പം ആൽഫ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റിൽ തന്നെ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അവെയർ ആവുക എന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് ശ്വസിക്കാം, അറിഞ്ഞുകൊണ്ട് ശ്വാസം എടുക്കുക, കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക, അറിഞ്ഞുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ടിരിക്കുക. അപ്പം 1 മിനിറ്റിൽ സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു ശ്വസനുണ്ട്, അതിനേക്കാളും എണ്ണം കുറയട്ടെ നമ്മുടെ ശ്വാസത്തിന്. എത്രത്തോളം ശ്വാസത്തിൻ്റെ എണ്ണം കുറയുന്നോ അത്രത്തോളം നമ്മുടെ ഫോക്കസ് കൂടും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ശ്വസനത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുമ്പോഴേക്ക് എൻ്റെ സംസാരത്തിൻ്റെ ഫീലിങ്സിലും ഡെപ്തിലും മാറ്റം വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ ബ്രീത്തിൻ്റെ പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുക, ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാതിരിക്കാം. ഞാൻ മെല്ലെ എൻ്റെ ബ്രീത്തിൻ്റെ റേറ്റ് അങ്ങ് മാറ്റി. എൻ്റെ ബ്രീത്ത് നേരത്തെ എടുക്കുന്ന അത്ര സ്പീഡായിരിക്കില്ല ഇപ്പോൾ എടുക്കുന്നത്. ആ സ്പീഡ് മാറിയപ്പോഴേക്ക് എൻ്റെ സംസാരത്തിൻ്റെ ശൈലി മാറി. ഇപ്പം ഈ സംസാരത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഫോക്കസ് വരുന്നുണ്ടോ നോക്കിയേ. ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ വിഷയത്തെപ്പറ്റി വളരെ കാമായിട്ട്, വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ജസ്റ്റ് ഫീൽ. ഞാനെടുത്ത അതേ ബ്രീത്ത് പാറ്റേണിലേക്ക് നിങ്ങളും ബ്രീത്ത് എടുത്ത് ഒന്ന് തിരിച്ച് വരാണെങ്കിൽ, ഞാനെടുത്ത പോലെ ഒന്ന് ബ്രീത്ത് എടുത്ത് നിങ്ങൾ തിരിച്ചു വരാണെങ്കിൽ, ഞാൻ നേരത്തെ എടുത്ത അത്രയും ശബ്ദം എടുക്കണ്ട, നേരത്തെ എടുത്ത അത്രയും എനർജി എടുക്കണ്ട. ഞാനും നിങ്ങളും ബ്രീത്ത് റേറ്റ് മാറ്റുമ്പം ഒരേ ഫീലിങ്ങിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതിയായിരിക്കും. നമ്മൾ ക്ലാസ് ഫോക്കസ് ചെയ്യുമ്പോൾ ഞാനീ പറഞ്ഞ ഫീൽഡിൽ ഫോക്കസ് ചെയ്താൽ മതിയായിരിക്കും. നമ്മുടെ അവെയർനെസ് കൂടും, നമ്മുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങും. ഇത് നമുക്ക് പോസിബിളാണ്. ഇപ്പം ഈ മൊമെൻറ്റിൽ നിങ്ങളുടെ ഒരു ഫീലിംഗ് നോക്കിയേ, ഒരു അവെയർനെസ് ജസ്റ്റ് നോക്കിയേ, ഇങ്ങനത്തെ ബോധവും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇനി നമുക്ക് തിരിച്ചു വരാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഡിഫറൻസ് നോക്കിയേ, നേരത്തെ പറഞ്ഞ് ഇപ്പം പറഞ്ഞുള്ള വ്യത്യാസം നോക്കിയേ. ഇവിടെ എനിക്ക് എനർജി കൂടുതൽ എടുക്കണം, ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. കുറച്ച് മുന്നേ പോയതോ ഒന്ന് മാറി. അപ്പം ബ്രീത്ത് ഒന്ന് മാറ്റുമ്പോഴേക്ക് നമ്മുടെ അവെയർനെസ് മാറും. സോ പ്രാക്ടീസ് ബ്രീത്തിങ് ടെക്നിക്ക്. ബ്രീത്ത് ഒന്ന് മാറ്റുമ്പോഴേക്ക് തന്നെ ഫോക്കസ് എന്ത് ചെയ്യും, നമുക്ക് മാറും. കൂടുതൽ എനർജി എടുക്കേണ്ട ആവശ്യമില്ല, വളരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. ബ്രീത്ത് എടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ബ്രീത്ത് എടുത്തിട്ട് ബ്രീത്ത് ഫോക്കസ് ചെയ്ത് ബ്രീത്തിൽ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരം നമുക്ക് റിലാക്സ് ചെയ്യാനും പറ്റണം. നമ്മുടെ മനസ്സിൽ സ്ട്രെസ്സോ ടെൻഷനോ ഉണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മസിൽസ് നമ്മളിങ്ങനെ കൺട്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും, ടൈറ്റാക്കി വെച്ച് നമ്മളറിയില്ല.
ചില ആൾക്കാർ ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഏതോ ഒരു പോസ്റ്റിൽ ഇരുന്നിട്ട് വേദനിക്കാൻ തുടങ്ങിയവർ അറിയില്ല. സ്ട്രെസ് എന്നൊക്കെ പുറത്ത് വന്നിങ്ങനെ നോക്കുമ്പോഴാണ് ഓയ്യോ എൻ്റെ ബാക്ക് വേദന ആണ് അറിയുക. കാരണം അത്രയും നേരം ഒടിഞ്ഞിരുന്നതാ, അവർ അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ അവിടെ മസിൽസ് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കായിരുന്നു. അതൊന്നും അങ്ങ് തിരിച്ചു വന്നപ്പോഴാണ് ബോഡി പോസ്റ്റർ മാറിയപ്പോൾ നല്ല വേദന. കാരണം എന്താ, അപ്പം ഞാനിതൊന്നും അറിഞ്ഞില്ല. ഏതുപോലെ ചില ആൾക്കാർ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഇമോഷൻ അങ്ങ് മാറിയിട്ട് ബ്രീത്ത് പാറ്റേൺ അങ്ങ് മാറിയിട്ട് പൊട്ടിത്തെറിക്കും, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ സമയത്ത് കയറിയിട്ട് എന്തൊക്കെയോ പറയും, എന്തൊക്കെയോ ആക്കും, ചിലപ്പോൾ വേണ്ടി എവിടെയും പോയിട്ട് കൈയൊക്കെ ഇട്ടടിക്കും. അപ്പോൾ ഒന്നും വേദന ഒന്നും അറിയില്ല. പക്ഷെ കിക്കൊക്കെ ഇറങ്ങിയിട്ട് ബ്രീത്ത് പാറ്റേൺ ഒക്കെ മാറി ഇമോഷണൽ സ്റ്റേറ്റ് ഒക്കെ മാറി വന്നാലായിരിക്കും കൈയൊക്കെ വേദനിച്ചു തുടങ്ങാം. അതെന്തേ? വാട്ട് ഹാപ്പൻ? സ്റ്റേറ്റ് മാറിയപ്പം നമ്മുടെ ശരീരത്തിലുള്ള ആ ടെൻഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്തു. ആ സമയത്ത് ആ ടെൻഷനൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. ഇതേപോലെ തന്നെ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല നമ്മളുടെ ഉള്ളിൽ ഏതൊക്കെയോ നെർവുകൾ മസിൽസൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. ആ ടെൻഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിന് ആ ടെൻഷൻ ബാലൻസ് ചെയ്യാൻ കുറേ കാര്യം കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഒരു കാലിൽ നിന്നിട്ട് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഒരു കാലിൽ നിൽക്കണമെങ്കിൽ നമ്മൾ അറിയണം, നമുക്ക് ആ ഒറ്റ കാലിൽ നിൽക്കാൻ എന്നുള്ള ബാലൻസിങ് കൂടി വേണം അല്ലേ? കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ ഗെറ്റ് യൂസ്ഡ് ആയിരിക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സ് ആ ഒരു കാലിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യാൻ കുറേ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ സ്ട്രെസ്സും ടെൻഷനും വെച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടേക്കോ സ്റ്റിഫായി കിടക്കുന്ന ടെൻഷൻ്റെ ഏരിയാസ് എവിടേക്കോ സെറ്റിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് കൂടി വേണ്ടി നമ്മുടെ മനസ്സ് എനർജിയും ഫോക്കസും കൊടുക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെൻ്റൽ അവയർനെസ് കുറയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബ്രീത്ത് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കാം. വി കോൾ ഇറ്റ് എസ് പ്രോഗ്രസീവ് മസ്കുലാർ റിലാക്സേഷൻ. പ്രോഗ്രസീവ് മസ്കുലാർ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആക്സ് ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിൽ ശ്വാസം ശ്രദ്ധിക്കുകയും അതിനുശേഷം അതിനോടൊപ്പം തന്നെ ശരീരത്തെ പരിപൂർണമായിട്ടും എന്ത് ചെയ്യണം, നമുക്ക് റിലാക്സ് ചെയ്യിപ്പിക്കാൻ പറ്റണം. ബോഡി എവിടെയും ടൈറ്റായിട്ട് സ്റ്റിഫായിട്ട് വെക്കാതെ ഫുൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഫീൽ ചെയ്യാം. നമ്മുടെ കാല് മുതൽ തല വരെയുള്ള എല്ലാ ശരീര അവയവങ്ങളും ഫുള്ളി ടെൻഷൻ ഫ്രീ ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പോകുമ്പോൾ ബോഡി എങ്ങനെയാണോ നമ്മൾ കീപ്പ് ചെയ്യുക അതേപോലെ അങ്ങ് കീപ്പ് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. ഇതാണ് ആൽഫ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ രണ്ട് കാര്യങ്ങളാകുമ്പോഴേക്ക് തന്നെ പഠനങ്ങൾ പറഞ്ഞു ഒരാൾ അയാളുടെ ബ്രീത്തിൽ അവെയർ ആകുകയും ബ്രീത്ത് റേറ്റ് കുറയ്ക്കുകയും അയാളുടെ ശരീരത്തെ പരിപൂർണമായിട്ട് റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് ബോഡിയെ പ്രോഗ്രസീവ് മസ്കുലാർ റിലാക്സേഷനിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോഴേക്ക് തന്നെ അയാളുടെ മനസ്സ് ബോധമനസ്സും ഉപബോധ മനസ്സും പതിയെ ഒന്നാവാൻ തുടങ്ങും. രണ്ട് മനസ്സ് ഒന്നാവാൻ തുടങ്ങും. വേണോ വേണ്ടേ, പറ്റോ പറ്റൂല, ഈ കൺഫ്യൂസിങ് മൈൻഡ് ഉണ്ടല്ലോ, ഇപ്പം വേണോ ഇപ്പം വേണ്ടേ, ഇപ്പം തന്നെ തുടങ്ങി അല്ലേ വേണ്ട പിന്നീടാവട്ടെ, ഇങ്ങനെയുള്ള ഈ രണ്ട് മൈൻഡുണ്ട്. ഈ രണ്ട് മൈൻഡുകൾ പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഒന്നാവാൻ വേണ്ടി തുടങ്ങും. മാത്രമല്ല ഈ രണ്ട് സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ തോട്ട്സിൻ്റെ എണ്ണം കുറയും. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ തോട്ട് ഇങ്ങനെ മർമർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മളുള്ളിൽ. ഈ തോട്ട്സിൻ്റെ എണ്ണം കുറയുകയും തോട്ട്സിൻ്റെ എണ്ണം കുറഞ്ഞു വരാൻ തന്നെ മൈൻഡിന് ക്ലാരിറ്റി കൂടുതലാണ്. ഡിസ്ട്രാക്ഷൻ വരാൻ തന്നെ ആവശ്യമില്ലാത്ത കുറേ തോട്ടുകൾ വരാം. ഈ ആൽഫ സ്റ്റേറ്റിൻ്റെ പ്രോഗ്രസീവ് മസ്കുലാർ റിലാക്സേഷൻ സ്റ്റേറ്റ് എത്തുമ്പോഴേക്ക് തന്നെ നമുക്കുണ്ടാകുന്ന ചിന്തകളുടെ എണ്ണം കുറയും. തൊട്ടു മുന്നേ ഞാൻ സംസാരിച്ചൊരു രീതി, ആ രീതിയിലേക്ക് എത്തുമ്പം സമയമെടുത്ത് കാം ആൻഡ് കൂളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് നമ്മൾക്ക് ചിന്തിക്കാനുള്ള എണ്ണവും കുറയും. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് കുറേ കാര്യം ചിന്തിക്കാണ്ടായിരിക്കും, ഇത് കണക്ട് ചെയ്ത് അത് കണക്ക് ഇങ്ങനെ പോകേണ്ടി വരും. പക്ഷെ നേരത്തെ ഇതിലൊക്കെ നമ്മുടെ ചിന്തകളുടെ എണ്ണം കുറയും. കുറച്ച് ചിന്തകളെ നമ്മുടെ മനസ്സിലൂടെ കടന്നുകൊള്ളും. അപ്പോഴും നമ്മുടെ മനസ്സ് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് വരും. ഇതൊരിക്കലല്ല, ഇത് തുടർച്ചയായിട്ട് നമ്മളൊരു ശീലമാക്കി പ്രാക്ടീസ് ചെയ്യുകയാണ് ആൽഫ സ്റ്റേറ്റ് ആക്സസിങ് എങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരുമ്പോഴേക്ക് നമ്മുടെ മനസ്സിനൊരു ക്വാളിറ്റി ഉണ്ട്, ജനറലൈസേഷൻ എല്ലാവർക്കും ഉണ്ട്. ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ കിട്ടിയതാ. LKG പഠിക്കുന്ന സമയത്ത്, പ്രീ പ്രൈമറിയിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രൈമറി പഠിക്കുന്ന സമയത്ത് മിസ്സ് നമ്മളെ എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് നമ്മുടെ മനസ്സിൻ്റെ ക്വാളിറ്റി ഒന്ന് പഠിക്കാനാണ്, ജനറലൈസേഷൻ റൂള് പഠിക്കാനാണ്. മിസ്സ് പറഞ്ഞു BAT ബാറ്റ്. അപ്പോൾ നമ്മൾ കൂടെ വായിച്ചു BAT ബാറ്റ്. പിന്നെ മിസ്സ് പഠിപ്പിച്ചു CAT കാറ്റ്. അപ്പോൾ നമ്മൾ CAT കാറ്റ് എന്ന് പറഞ്ഞു അല്ലേ. ഇത് രണ്ട് മിസ്സ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ PAT എന്ന് കണ്ടപ്പോൾ നമ്മൾ താനെ പറഞ്ഞു പാറ്റ്. ഇത് മിസ്സ് പഠിപ്പിച്ചില്ലല്ലോ. പക്ഷെ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. നമ്മുടെ മൈൻഡിന് അങ്ങനെ കണക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് 1 പൊട്ടി 2 പൊട്ടി 3 പൊട്ടി 4ാമത്തെ എന്തായാലും പൊട്ടും. കാരണം എന്താ, ജനറലൈസേഷൻ തുടങ്ങി. അവിടെയും പോയി ഇവിടെയും പോയി, ഇതും പോവും. കാരണം ജനറലൈസേഷനാണ്. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലൊരു ശൈലിയാണ്, ഒരു സ്കിൽ, ഒരു മെത്തേഡാണ്. നമ്മുടെ മൈൻഡ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഞാനീ പറഞ്ഞ റിലാക്സേഷൻ ടെക്നിക്ക് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് ഇത് ജനറലൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ടാണ് റിലാക്സേഷൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പഠനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന റിലാക്സേഷൻ മറ്റുള്ളതിലേക്കൊക്കെ കണക്റ്റഡ് ആയി തുടങ്ങും. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻറ്റേർണൽ കാംനെസ് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ മൊമെൻറ്റിൽ ജീവിക്കും. മെജോറിറ്റി ആൾക്കാർ ഒന്നെങ്കിൽ പാസ്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നത്, പ്രസൻറ്റിലില്ല.
ഒന്നെങ്കിൽ അവർക്ക് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സങ്കടം, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ആശങ്ക. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമുക്ക് മിസ്സായി പോകുന്നത് ദിസ് മൊമെൻറ്റാണ്. ഈ മൊമെൻറ്റിനെ ഫ്യൂച്ചർ നമുക്ക് മാറ്റാൻ പറ്റൂ, ഈ മൊമെൻറ്റിന് നമുക്ക് പാസ്റ്റിൽ നിന്ന് ഫ്രീ ആവാൻ പറ്റൂ. ഈ മൊമെൻറ്റിലും പാസ്റ്റിലെ ബാണ്ടം കൊണ്ട് നടന്നാൽ നമ്മൾ ഒരിക്കലും വിജയിക്കില്ല. അതുകൊണ്ട് അത് മാറിയിട്ട് ഈ മൊമെൻറ്റിലേക്ക് എത്തണം. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈ മൊമെൻറ്റിൽ എത്തണം. പക്ഷേ ഈ മൊമെൻറ്റിൽ എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ മൊമെൻറ്റിലേക്ക് വരാനുള്ള ഏക വഴി, ഏറ്റവും വലിയ പഠനങ്ങൾ പറയുന്നത്, ഈ മൊമെൻറ്റിൽ ഒരാൾക്ക് എത്തണം, ഈ മൊമെൻറ്റിൽ തന്നെ അവയർനെസ് എത്തണമെങ്കിൽ അവൻ ചെയ്യുന്നത് ഫോക്കസ് ഓൺ ദ ബ്രെത്ത് ഫോക്കസ് ചെയ്യുക, ബ്രീത്ത് ഫോക്കസ് ചെയ്യുക, ശ്വാസം ഫോക്കസ് ചെയ്യുക. ശ്വാസം ഫോക്കസ് ചെയ്യുമ്പോൾ അപ്പം തന്നെ ഈ മൊമെൻറ്റിൽ ഉണ്ടായിരിക്കും. ഒന്ന് ശ്വാസം ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ മൊമെൻറ്റിൽ ഉണ്ടായിരിക്കും നമ്മൾ എന്നതാണ്. അപ്പം ബ്രീത്തിലേക്ക് നമ്മുടെ ഫോക്കസ് എത്തുമ്പോഴാണ് നമ്മൾ ഈ നിമിഷത്തിലേക്ക്, ഈ റിലാക്സ് സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. ഫൈൻ. അപ്പം ബ്രീത്തിങ് പറഞ്ഞു, നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യുന്നു. ഈ ബോഡി റിലാക്സ് ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുന്നതോട് കൂടിയിട്ട്, ഈ രണ്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതോട് കൂടിയിട്ട് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ലൈഫിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും ഹാപ്പിയർ ആയിട്ടുള്ള, ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റുകളെ പറ്റി നമ്മൾ ഓർക്കുക. റിലാക്സ്ഡ് ആയിട്ട്, ബോഡിയും മൈൻഡും കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അച്ചീവിങ് ആയിട്ടുള്ള മൊമെൻറ്റുകളെ പറ്റി നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുമ്പം, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ പീക്ക് പെർഫോമൻസ് സ്റ്റേറ്റ് ആക്സസ് ആയി തുടങ്ങും. കാരണം നമ്മളുടെ ആ ഫീലിങ്സ് ഒക്കെ വരാൻ തുടങ്ങും. നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത, എത്ര മുന്നേ നടന്ന കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെയൊക്കെ ഫീലിങ്സ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരിക്കും. 5ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു വികാരമായിരിക്കും. ഒരു വട്ടം കൂടി എന്നൊക്കെയുള്ള വരിയൊക്കെ അതിൻ്റെ കൂടെ കൊടുത്ത് BGM കൂടി ഇട്ടാൽ പിന്നെ സെറ്റാ. നൊസ്റ്റാൾജിയ. ഇത് എവിടുന്നാ ഓടി വരുന്നത്? ആ കാലത്തെ പറ്റി ഓർക്കുമ്പോഴേക്ക് ഒരു ഫീലിങ്സ് കൂടി കയറി വരുന്നില്ലേ? ഫസ്റ്റ് കിട്ടിയ തേപ്പ് എന്ന് പറയുമ്പോഴേക്ക് അവൻ ഓർക്കുമ്പോഴേക്ക് ആ ഫീലിംഗ് കൂടി കയറി വരുന്നുണ്ട്. അതൊന്നും എവിടെയും പോയിട്ടില്ല. കാരണം ഇമേജ് ഓർക്കുമ്പോഴേക്ക് ഇമോഷൻ കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മളെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും ഇമേജിനോടൊപ്പം തന്നെ, മെമ്മറിയോടൊപ്പം തന്നെ ഒരു ഇമോഷനും ഉണ്ടായിരിക്കും. എങ്കിൽ ഇത് നമുക്ക് ഗുണകരമായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക? ഈ റിലാക്സേഷൻ സ്റ്റേറ്റ് നമ്മൾ ആക്സസ് ചെയ്യുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത, നമുക്ക് ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻറ്റ് ഉണ്ടായ, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ നിമിഷങ്ങളെ പറ്റി നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക, നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുക. അതിൽ അല്പനേരം പോയിട്ട് അങ്ങ് ഇരിക്കുക. അങ്ങനെ ആ മൊമെൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മുടെ എനർജിയിലും ഇമോഷനിലും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പെർഫോമൻസ് അവയർനെസ് ഉണരാൻ തുടങ്ങും. ഇതിങ്ങനെ ഉണർന്ന് വരുന്ന സമയത്ത്, ഇതിങ്ങനെ ഉണർന്ന് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഇനി മുതൽ മുന്നോട്ട് നിങ്ങളുടെ പഠനം, നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ എക്സാം എങ്ങനെയായിരിക്കണം, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക? വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഇൻ ദ സെൻസ് നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുക, എന്താണ് ആക്ച്വലി ഞാൻ ചെയ്യേണ്ടത്. ഈ നിമിഷത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ആന്തരിക മനസ്സെടുക്കുക. നമ്മൾ കുറേ പരിശ്രമിക്കേണ്ടതൊക്കെ എനിക്ക് ഇങ്ങനെയല്ല വേണ്ടി അങ്ങനെയാണ്. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിന് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. എന്നാൽ നമ്മുടെ മനസ്സ് ശരിയായ രീതിയിൽ നമ്മുടെ കമാൻഡുകൾ, നമ്മുടെ സജഷനുകൾ ഒരു ഹിപ്നോസിസ് പോലെ, ഒരു ഹിപ്നോട്ടിക് ഇഫക്റ്റ് പോലെ എപ്പോഴാണ് എടുക്കാമെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ മസ്കുലാർ റിലാക്സേഷൻ അവയർനെസ്സിൽ പോവുകയും അതിനുശേഷം നമ്മുടെ പീക്ക് പെർഫോമൻസ് അവയർനെസ്സിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനുശേഷം നമ്മൾ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, എൻ്റെ ഹാബിറ്റ് എങ്ങനെയായിരിക്കണം, ഞാൻ എപ്പോൾ എണീക്കണം, ഞാൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, ഇതിനൊക്കെ മുന്നേ തന്നെ മനസ്സിൽ പല ആവർത്തി കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ ആസ്വദിച്ച് ചെയ്യണത്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ടെൻഷനോടുകൂടി ചെയ്യണേ കാണരുത്. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്, ഇഷ്ടത്തോടുകൂടി ആസ്വാദനത്തോടുകൂടി നിങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അത് പല ആവർത്തി കണ്ടുകൊണ്ടിരിക്കുക. അത് കണ്ടിട്ട്, അത് കണ്ടതിന് ശേഷമുള്ള വിജയവും കൂടി കണ്ടിട്ട് മനസ്സിനെ പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് എനിക്ക് ആവശ്യം. ഇത്രയും കാലം എന്താണോ വേണ്ടാത്തത് അത് മനസ്സിനെ പഠിപ്പിക്കായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിനെ എന്ത് പഠിപ്പിക്കാം? എനിക്ക് എന്താ വേണ്ടത് അത് വ്യക്തമായിട്ട് മനസ്സിന് നമ്മൾ എന്ത് ചെയ്യാം? ട്യൂഷൻ എടുത്ത് കൊടുക്കും പോലെ പഠിപ്പിച്ചു കൊടുക്കുക. രാവിലെ ഉറങ്ങി എണീറ്റ ഉടനെ ജസ്റ്റ് പ്രിപ്പറേഷന് പോണ തൊട്ട് മുന്നേ, രാത്രി ഉറങ്ങാൻ പോണ തൊട്ട് മുന്നേ, ഇങ്ങനെ ഈ പല ഘട്ടങ്ങളിലായിട്ട് ഇതിന് ചെയ്യാനൊരു 4-5 മിനിറ്റ് വേണ്ട നമുക്ക്. ഇങ്ങനൊന്ന് ചെയ്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പതിയെ മനസ്സിത് ജനറലൈസ് ചെയ്യാൻ തുടങ്ങും. BAT ബാറ്റ്, CAT കാറ്റ്, താനെ PAT പാറ്റ് എന്ന് ഇതൊക്കെ മനസ്സിൽ ജനറലൈസ് ചെയ്യും. നമ്മളുടെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഈ മനസ്സിൻ്റെ പഠിക്കുന്ന ശൈലിയെ പഠിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളായിട്ട് മനസ്സിനൊന്നും പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടില്ല, താനേ പഠിച്ചു പോയതൊക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ചെയ്യണത്? നമ്മളായിട്ട് പഠിക്കും. ഉദാഹരണത്തിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയിട്ട് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടില്ലെങ്കിലും ഗ്രാവിറ്റി ഇവിടെ ഉണ്ട് അല്ലേ? ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗ്രാവിറ്റിയെ പറ്റി കണ്ടെത്തിയെന്നാണ്. ഗുരുത്വാകർഷണ ആപ്പിൾ വീണിക്കണമെങ്കിൽ ന്യൂട്ടൺ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ ഉണ്ട്. പക്ഷേ ന്യൂട്ടൺ അത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. സ്പേസ് ട്രാവലിങ്ങിനും അല്ലേ, ഗുരുത്വാകർഷണ ബലത്തിനെതിരായിട്ട് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യും, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ ഞാനീ പറഞ്ഞ മനസ്സിനെ പഠിപ്പിക്കാനുള്ള സാധ്യതയെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമ്മളെ മനസ്സ് ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കല് കാര്യങ്ങൾ.
ഇങ്ങനെയൊക്കെ തന്നെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇങ്ങനെയാണ് മനസ്സ് കാര്യങ്ങൾ പഠിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ മനസ്സിനെ എനിക്ക് ട്യൂൺ ചെയ്യാൻ പറ്റണം, മനസ്സിനെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റണം. ഇപ്പോൾ എൻ്റെ മനസ്സ് ബുക്ക് തുറക്കുമ്പോൾ ഉറക്കമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്നത് മനസ്സിൽ പുസ്തകം തുറക്കുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും അത് കറക്റ്റ് കാണാം, പക്കാ കാണാം. ഞാൻ ആസ്വദിച്ച് പുസ്തകം തുറക്കുന്നതും ലാവിഷായിട്ട് പഠിക്കുന്നതും ആസ്വദിച്ച് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്നതും അതിനുശേഷം വളരെ രസകരമായിട്ട് എക്സാം എഴുതുന്നതും അതിനുശേഷം റിസൾട്ട് വരുന്നതും അതിനുശേഷം എന്തൊക്കെയാണത് എക്സ്ട്രീം എൻഡ് വരെ എന്ത് ചെയ്യുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് മനസ്സിലാവും ആക്ച്വലി ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പ്രയത്നിക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ ആന്തരിക മനസ്സെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും പിന്നെ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റൂല. കാരണം നമ്മൾ ഉള്ളുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു പഠിക്ക് ഇരിക്ക് നോക്ക്, ഒരാളിങ്ങനെ പറയാൻ തുടങ്ങും. കാരണം എന്താ, അയാളെ നമ്മൾ നന്നാക്കിയെടുത്തു, അയാൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് എന്താ വേണ്ടത് ഉള്ള കാര്യം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ കമാൻഡൊന്നും നമ്മളെ ബാധിക്കൂല. അപ്പം നമ്മുടെ മനസ്സിന് മുന്നേ പഠിപ്പിച്ചു കൊടുക്കണം ഈ അവസ്ഥയിൽ വെച്ച്. ആളുകൾ പലതും പറയും, അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാം. ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോഴും സന്തോഷത്തോടെ ചിരിച്ച് അത് തള്ളിയിട്ട് ഞാൻ ഈസി ആയിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം മനസ്സിൽ കൊടുത്തോണ്ടിരിക്കും. കാരണം നമ്മുടെ ആന്തരിക മനസ്സ് പ്രവർത്തിക്കുന്നത് ചിത്രങ്ങളിലൂടെയാണ്. നമുക്ക് എന്ത് കാര്യം ചെയ്യാനും മൈൻഡിൽ ഒരു റെഫറൻസ് ഉണ്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്ത് കാര്യം ചെയ്യുമ്പോൾ മനസ്സിലൊരു മോഡൽ ഉണ്ടായിരിക്കും, ഒരു ചിത്രം, ഒരു റെഫറൻസ് എടുത്താൽ നമ്മൾ ചെയ്യാം. ഇങ്ങനൊരു വിഷയം നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ പോലെ എൻ്റെ കുടുംബത്തിൽ ആർക്കോ ഇതുപോലെ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൽ ആർക്കോ ഇതുപോലെ ഉണ്ടായപ്പോൾ, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ആർക്കോ ഇതുപോലെ ഉണ്ടായപ്പോൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. ഒന്ന് റെഫറൻസ്, ഇമേജ് റെഫറൻസ് എടുത്തിട്ട് നമ്മൾ ആക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ മനസ്സിന് നല്ല ഇമേജ് റെഫറൻസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റണം. നല്ല ഇമേജ് റെഫറൻസുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ റെഫറൻസിലായിരിക്കും ആ ഘട്ടം വരുമ്പോൾ മനസ്സെന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാന്നുള്ള. ഈ ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലിയോട് ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ ആൾക്കാരെ തല്ലി നിലത്തിടുന്നത്? അപ്പം അങ്ങനെ പറഞ്ഞ കാര്യം, ഞാൻ റിങ്ങിൽ ഇറങ്ങുന്നതിന് മുന്നേ 1000-ലേറെ തവണ ഞാൻ എൻ്റെ മനസ്സിൽ റിങ്ങിൽ ഇറങ്ങിയിട്ട് വിജയിച്ചിട്ടുണ്ട്. അതായത് അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നേ തന്നെ മൂപ്പര് മനസ്സിനെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ കയറിയ ഇത്ര കിക്ക് തീരും, അവിടെ കയറിയ ഇത്ര കിക്ക് തീരും. ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുക. അവിടെ കയറിയ ഇത്ര കിക്ക് തീർന്നു അവൻ തീർന്നു. ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുക. ലാസ്റ്റ് എന്ത് ചെയ്ത് റിങ്ങിൽ കയറിയ സമയത്ത് ഇയാളെ സംബന്ധിച്ച് റിങ് പുതുമുള്ള കാര്യമില്ല. കാരണം മനസ്സിന് എന്താ ഫീൽ ചെയ്യുന്നത്, ഇവിടെ ഞാൻ ഇതിൻ്റെ മുന്നേ കുറേ തവണ കയറിയ സ്ഥലമാണല്ലോ. കാരണം എന്താ, മനസ്സിൽ ഒരുപാട് തവണ ഞാനിവിടെ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് കുറച്ചുകൂടി ഈസിയറാണ്. അപ്പം മനസ്സ് ആ പോയിന്റിലെത്തുമ്പോൾ മുന്നേ വിഷ്വലി ഇംപ്ലാന്റ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ, പ്ലാൻ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ആ റിങ്ങിലെത്തുമ്പോൾ എന്താണോ എക്സ്പെക്റ്റഡ് ഔട്ട്കം അത് മനസ്സ് അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. എന്നാൽ നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എക്സാമിന് പോണ മുന്നേ തന്നെ, ഇന്റർവ്യൂവിന് പോണ മുന്നേ തന്നെ ടെൻഷൻ ആവോ, സ്ട്രെസ് ആവും, മനസ്സിന് ഇതാ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ എത്തിയാൽ മനസ്സ് എന്ത് ചെയ്യും, റെഫറൻസിൽ ഇവിടെ സ്ട്രെസ്സാണ് കാണുന്നത്, അതങ്ങ് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ നമ്മുടെ വിഷ്വൽ പാറ്റേൺ മാറ്റണം. വിഷ്വൽ പാറ്റേൺ മാറ്റുമ്പോൾ നമ്മുടെ തിങ്കിങ് പാറ്റേൺ മാറ്റും, നമ്മുടെ ഇമോഷണൽ പാറ്റേൺ മാറും എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യം നമ്മൾ ചെയ്ത് നമ്മൾ എങ്ങനെ ആയിരിക്കണോ അത് പക്കാ നമ്മളങ്ങ് കണ്ട് ആ മൈൻഡ് അങ്ങ് കൊടുത്തിട്ട് ജസ്റ്റ് ആ കംപ്ലീറ്റ് ആയിട്ട് ആ മനസ്സിലത് അങ്ങ് വിഷ്വൽ ചെയ്തിട്ട് എഗെയിൻ ഒന്നുകൂടി നമ്മുടെ ബ്രീത്തൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് പുറത്തേക്ക് വരാൻ ഒരു 3-4 മിനിറ്റ് എടുക്കും. ഇത് സ്ഥിരമായിട്ട് രാവിലെയും രാത്രിയും നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ മൈൻഡ് നമുക്ക് റിവയർ ചെയ്യാൻ വേണ്ടി പറ്റും. യു ക്യാൻ ട്രൈ ദിസ്. എനിക്ക് സമയം വളരെ കുറച്ചുള്ളൂ, കാരണം ഇതൊരു വൈഡ് ഏരിയ ആണ് മൈൻഡിനെ പറ്റി പറയാൻ. അപ്പോൾ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ടിപ്പ്, അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സ്റ്റുഡൻസിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്ന 10 മെത്തേഡ്സാണ് പഠിപ്പിക്കുക. ഒരുപാടുണ്ട്. ആ 10 കാര്യങ്ങൾ വെച്ച് വേണം നമ്മൾ റീപ്രോഗ്രാം ചെയ്യാൻ. പക്ഷെ എനിക്ക് സമയം ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്കത് ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ 1 മാസം 2 മാസമൊക്കെ എടുത്ത് പഠിപ്പിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിൽ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യാം. അത് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ലൈവായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഓർഡർ അങ്ങ് ഫോളോ ചെയ്താൽ മതി. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ സ്ട്രെസ് ഉള്ളത്, ഏത് വിഷയത്തിലാണോ സ്റ്റക്നെസ് ഉള്ളത്, ആ കാര്യത്തെ ഞാൻ ഈ പറയുന്ന വിഷ്വൽ പാറ്റേൺ എത്തുമ്പോൾ ആ കാര്യത്തെ ശരിയായ രീതിയിൽ എങ്ങനെയാണോ അവിടെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണത് അത് ശരിക്കും അങ്ങ് മൈൻഡിൽ വിഷ്വൽസ് ഇമേജസ് ആയിട്ട് കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് വരാം. ഒരു ദിവസം ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല, തുടരെ ചെയ്യണം. തുടരെ ചെയ്ത് റെപ്പറ്റീഷനിലൂടെയാണ് നമുക്ക് ശീലങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിന് ഇതൊരു പുതിയ ശീലമാകണമെങ്കിൽ മിനിമം ഒരു 21 days എങ്കിലും നമ്മളിത് തുടർന്നുകൊണ്ടിരിക്കാം. പക്ഷെ തുടങ്ങിയിട്ട് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിൽ ഭയങ്കര മാറ്റം കാണാൻ പറ്റും. ഒരു സംശയമില്ല, ഞാനിത് പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ വാലിഡേറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്തു വരുമ്പോഴേക്കാണ് നിങ്ങളുടെ ഇമോഷൻ പ്രോസസ്സ് ചെയ്യുന്നതിലും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിലും മാറ്റം വരുന്നതൊക്കെ ശരിക്കും കാണാൻ പറ്റും ആസ് യു പ്രാക്ടീസ് ദിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഞാൻ ഈ പറഞ്ഞ ഈ മെത്തേഡ്, ഈ ആൽഫ സ്റ്റേറ്റ് ആക്സസിങ് മെത്തേഡ്, ഇത് ഒന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്തുതരാം, ഒന്ന് പ്രാക്ടിക്കലി ചെയ്തുതരാം. എല്ലാവരും റെഡിയാണോ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ? എവ്രി വൺ, ഇവിടെ ഉള്ളവരൊക്കെ?
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കേണ്ടത് വളരെ റിലാക്സ്ഡ് ആയിട്ട്, വളരെ കൂൾ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ കണ്ണടച്ചിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് ഇരുന്ന് ചെയ്യാം, കിടന്ന് ചെയ്യാതെ ഇരിക്കണം ഏറ്റവും നല്ലത്. പക്ഷേ ഇരിക്കുന്ന സമയത്ത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ചെയ്യണം, നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പം കണ്ണടച്ചിരിക്കാം. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുന്ന സമയത്ത് കണ്ണടച്ചായിരിക്കേണ്ടത്. കാരണം കണ്ണടിക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ഇൻറ്റേർണൽ അവയർനെസ് കൂടുതൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റാമെന്നുള്ളതാണ്. അപ്പോൾ കണ്ണടച്ചിരിക്കാം. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ചിരിക്കാം. ബ്രീത്തിൽ ഫോക്കസ് ചെയ്യാം. ബ്രീത്ത് ഇൻ. ജസ്റ്റ് നിങ്ങളുടെ ബ്രീത്ത് ഫീൽ ചെയ്ത് ഒന്ന് അവെയർ ആവാം. ഞാൻ ശ്വസിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി നിങ്ങളുടെ ശ്വാസം ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കാം. ശ്വാസം ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങളുടെ ശ്വാസം ഉള്ളോട്ട് പോകുന്നത് ഫീൽ ചെയ്യാം, ശ്വാസം പുറത്തേക്ക് വരുന്നത് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ശ്വാസത്തിനോടൊപ്പം ഒന്ന് സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ ബ്രീത്ത് എടുത്ത് കുറച്ച് സമയം അവിടെ ഹോൾഡ് ചെയ്ത് ഫീൽ ചെയ്ത് ബ്രീത്ത് മെല്ലെ റിലീസ് ചെയ്യാം. ബ്രീത്ത് റേറ്റ് മാക്സിമം കുറച്ച് കൊണ്ടുവരാം. നിങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾ ശ്വാസം എടുക്കുന്നത്. ശ്വാസം ഉള്ളോട്ട് എടുക്കുമ്പം ഇത് ഹോൾഡ് ചെയ്ത് അവിടെ നിർത്താം. ശ്വാസം പുറത്തേക്ക് വിടുമ്പം മാക്സിമം റിലാക്സ് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിടാം. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. Relax. മാക്സിമം റിലാക്സ് ചെയ്യാം. നിങ്ങളുടെ ശരീരം ഫീൽ ചെയ്യാം. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നല്ല റിലാക്സ്ഡ് ആണായിട്ട് ഫീൽ ചെയ്യുക. ടെൻഷനൊക്കെ ഫ്രീ ആക്കി, കാലൊക്കെ ഫ്രീ ആയി. കാല് മുതൽ നിങ്ങളുടെ കൈകൾ, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഭയങ്കര റിലാക്സ്ഡ് ആണായിട്ട് ഫീൽ ചെയ്യാം. നമ്മളൊരു ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ ഫ്രീ ആവോ അതുപോലെ ഫ്രീ ആണായിട്ട് ഫീൽ ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കാം. നിങ്ങളുടെ കാലിലെ വിരലുകൾ റിലാക്സ് ചെയ്യുന്നുണ്ട്, കാൽമുട്ട് റിലാക്സ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൈകൾ റിലാക്സ് ചെയ്യുന്നുണ്ട്, നെക്ക്, ഷോൾഡേഴ്സ് എല്ലാം റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, നിങ്ങളുടെ ഹാർട്ട്, ലിവർ, ലങ്സ് എല്ലാം റിലാക്സ്ഡ് ആവുന്നു, മാക്സിമം റിലാക്സ്ഡ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യും. വെരി ഗുഡ്, വണ്ടർഫുൾ. ഇപ്പം നിങ്ങളുടെ ബ്രീത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും മാക്സിമം റിലാക്സ്ഡ് ആയി മാറിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻ്റ് ഉണ്ടായെന്ന് തോന്നിയ, നിങ്ങൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു നിമിഷം അതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോയിട്ട് ഒന്ന് സ്കാൻ ചെയ്യാം. അതിലെ ഹാപ്പിനെസ് ഒന്ന് ഫീൽ ചെയ്യാം, ആ മൊമെൻ്റ് ഒന്ന് ഫീൽ ചെയ്യാം. ആ മൊമെൻറ്റിൽ നിങ്ങൾ ഒന്നുകൂടി ജീവിക്കുക, റീലീവ് ചെയ്യുക. നിങ്ങൾ ഒരിക്കൽ കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആ നിമിഷം, ആ മൊമെൻറ്റ്, അതിലേക്ക് കടന്നല്ല. വെരി ഗുഡ്. ആ മൊമെൻറ്റ് ഫുള്ളായിട്ട് ഫീൽ ചെയ്യുക. അതിലെ ഹാപ്പിനെസ്, ആ സന്തോഷാവസ്ഥ ഫുള്ള് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. പരിപൂർണമായിട്ടും ആ സന്തോഷം നിങ്ങൾ ഫീൽ ചെയ്ത് കൊണ്ടുവരാം. വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക്
നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ട, മനസ്സിലേക്ക് പ്ലാൻ ചെയ്യേണ്ട പുതിയ വിഷ്വൽ ഇമേജ്, ഏതൊക്കെ കാര്യത്തിലാണ് നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നത്, അത് എങ്ങനെയായിരിക്കണം സംഭവിക്കേണ്ടത്, അത് ഓൾറെഡി അങ്ങനെ സംഭവിക്കുന്നതായിട്ട്, അത് ഓൾറെഡി നിങ്ങൾ അതിൽ അങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആ വിഷ്വലൈസേഷനിലേക്ക് പോകാം. നിങ്ങളുടെ പ്രിപ്പറേഷൻ, ആ സമയത്ത് നിങ്ങൾ ആസ്വദിച്ചത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും ഏറ്റവും ഈസി ആയിട്ട്, കാമായിട്ട്, കൂളായിട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാം. അത് ഓരോന്നും ചെയ്യുമ്പോഴുള്ള ആഹ്ലാദം, സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പഠിക്കുന്ന കാര്യമാണെങ്കിലും മറ്റുള്ള വിഷയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ആശങ്കയുള്ള കാര്യങ്ങളിലെല്ലാം അതിന് ബദലായിട്ട് നിങ്ങൾ അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അവസ്ഥ മനസ്സിനെ പഠിപ്പിച്ചു കൊടുക്കാം. അത് കാണാം. നേരത്തെ പോലെ തന്നെ നിങ്ങൾ അതിൽ ജീവിക്കാം, നിങ്ങൾ അത് ലിവ് ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങളുടെ റിസൾട്ടും അതിനോടനുബന്ധമായിട്ടുള്ള സന്തോഷവും ഒക്കെ മനസ്സിൽ ഒന്ന് നന്നായിട്ട് ഫീൽ ചെയ്ത് കണ്ടുവരാം. എങ്ങനെയായിരിക്കണം ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ഓരോ ദിവസവും, ഓരോ പ്രയത്നവും പ്രവർത്തനവും, നിങ്ങളുടെ മാനസികാവസ്ഥ ഏതവസ്ഥയിലായിരിക്കണം, എല്ലാം കണ്ടുകൊണ്ടിരിക്കാം. വെരി ഗുഡ്. നിങ്ങളുടെ വിജയം അതുണ്ടാകുമ്പം, അത് നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം, നിങ്ങളുടെ സംതൃപ്തി, നിങ്ങളുടെ എഫേർട്ട്, അത് ഏറ്റവും ശരിയായ ദിശയിൽ നിങ്ങൾ എഫേർട്ട് കൊടുത്തു എന്ന ഫീൽ എല്ലാം കാണാം. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള നിങ്ങൾ, നിങ്ങളുടെ മുഖത്ത് ആ വിജയിച്ച നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ആ സന്തോഷം നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. വെരി ഗുഡ്. ഇപ്പം നിങ്ങളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കുള്ള ധൈര്യം കൂടി വരുന്നു. നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം നന്നായി വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇൻറ്റേർണൽ കാംനെസ് ആൻഡ് റിലാക്സ്ഡ് സ്റ്റേറ്റ് അത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഓരോ ദിവസം ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ വന്ന് ഈ ആൽഫ സ്റ്റേറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്ക് ഇത് 10 മടങ്ങ് വർദ്ധിക്കുകയും നിങ്ങളുടെ റിസൾട്ടിലേക്കും നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്കും അത് കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നിങ്ങളുടെ ശ്വാസത്തിലേക്ക് വീണ്ടും ശ്രദ്ധിക്കാം. ബ്രീത്ത് ഇൻ. ഒന്ന് ശ്വാസം ശ്രദ്ധിക്കാം. ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട്. അഗെയിൻ സ്ലോലി ബ്രീത്ത് ഇൻ and breathe out. Breathe in, hold on and breathe out. ഇപ്പം നിങ്ങൾ നല്ല ഉന്മേഷത്തോടു കൂടി എനർജറ്റിക് ആയിട്ട് ഇൻറ്റേർണൽ വേൾഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ചെയ്ത് കാം ചെയ്ത് പൂർണ്ണ ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും പതിയെ നിങ്ങൾക്ക് കണ്ണു തുറന്ന് തിരിച്ചു വരാം. സ്ലോലി ഓപ്പൺ യുവർ ഐസ് ആൻഡ് കം ബാക്ക്. Slowly open your eyes and come back. ഓക്കെ. സോ ഇപ്പം നമ്മളൊന്ന് നല്ല ഇൻറ്റേർണൽ ആ കാംനെസ് അങ്ങ് ആക്സസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് ചെറിയൊരു പ്രാക്ടീസാണ്. ഇത് നമ്മൾ ഡെയിലി ചെയ്യണം. ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ അവസ്ഥയിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ അവയർനെസ്, ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഫീലിങ്സ് വേഗം മനസ്സിലാവും, ചേഞ്ച് മനസ്സിലാവും. പ്രിപ്പറേഷൻ, നമ്മുടെ അവയർനെസ് പെട്ടെന്ന് മാറിയിട്ടുണ്ടായിരിക്കും. ചെറിയ കാര്യമാണ്, പക്ഷെ ഇതിൽ ഇത്തിരി അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം, നമ്മുടെ ഇൻറ്റേർണൽ മൈൻഡ് എങ്ങനെ വർക്ക് എന്നുള്ള കാര്യം.
ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇതാണ് ആൽഫ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഭയങ്കര എനർജി കിട്ടും, നമുക്ക് ഭയങ്കര റിഫ്രഷ്ഡ് ഫീലിംഗ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിനെ ക്ലെൻസ് ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ മനസ്സിനെ പലപ്പോഴും ക്ലീൻ ചെയ്യാൻ പരിശ്രമിക്കാറില്ല. കാരണം നമ്മുടെ ശരീരത്തിനെ ക്ലീൻ ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷെ ഇതെല്ലാം പ്രാർത്ഥിക്കാൻ വരുന്നത് മനസ്സിനെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ മനസ്സിനെ ഡെയിലി ഒന്ന് കുളിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതാണ് ഈ പരിപാടി. അപ്പോൾ ഇത് രാവിലെ ചെയ്യാം, ഉറങ്ങി നീറ്റ് ഉടനെ ബെഡിൽ. വി കോൾ ഇറ്റ് എസ് പ്ലാറ്റിനം 20 ടൈം. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ സമയം കുറച്ചായതുകൊണ്ട് എനിക്ക് അതൊന്നും ഡീറ്റെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാവിലെ ഉറങ്ങി നീറ്റ ഉടനെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഉറങ്ങാൻ പോകുന്ന തൊട്ട് മുന്നേയും പ്രാക്ടീസ് ചെയ്യാം. ദെൻ പഠനത്തിന് വേണ്ടി നിങ്ങൾ ഇരിക്കുന്ന കുറച്ച് മുന്നേ ഒന്ന് ചെയ്ത് പുറത്തുനിന്ന് ഉടനെ പഠിക്കാൻ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കിട്ടും. ഈ ആൽഫാസ് ഇപ്പോൾ നമ്മളുള്ളത് ആൽഫാ സ്റ്റേറ്റിൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഈ സ്റ്റേറ്റിൽ പഠിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ തലയിൽ കയറും. ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സെഷനോ ക്ലാസ്സോ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. കാരണം തോട്ട്സ് വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇന്ന് നമ്മുടെ ടൈം ആയിട്ടുണ്ട്, 10:40 ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ തൽക്കാലം വൈൻഡപ്പ് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ എനിക്കുള്ള ടേക്ക് അവേ. സമയത്തിൽ ഇപ്പോൾ തന്ന സമയത്ത് എനിക്ക് ഇത്ര കാര്യങ്ങൾ സമ്മതിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതിലെൻ്റെ സെഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഒന്ന് പോയിട്ട് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ കിട്ടും. ആസിഫ് സാറായിട്ട് കണക്ട് ചെയ്താൽ മതി, സാറ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ മെൻ്റൽ കാംനെസ് പ്രാക്ടീസ് ചെയ്ത് ആദ്യം നമ്മുടെ ആന്തരിക ലോകത്തെ നമുക്കൊന്ന് നേടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതിന് വേണ്ടി എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾക്കൊക്കെ വിജയിക്കാനും ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാക്കാനും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ സ്ഥാപനത്തിനൊക്കെ നിങ്ങൾക്ക് അഭിമാന തലത്തിൽ എത്തിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം കുറച്ചങ്ങ് പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്, ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച് ഡിയർ ഗൈഡ് ഏരിയൻ. എല്ലാവർക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് വിസ്ഡംസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഐ തിങ്ക് എല്ലാവരുടെയും ആ ഒരു സ്റ്റേറ്റ് കാണുമ്പോൾ ഒരു മഴ നനഞ്ഞ ഫീലിംഗ് ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതേ രീതിയിൽ എല്ലാവരും എക്സാംസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദ ഡിഫറൻസ്. നമ്മൾ സെഷനിലേക്ക് കയറി വന്നപ്പോഴും ഇപ്പൊ ഇരിക്കുന്ന ഡിഫറൻസ് ഐ തിങ്ക് യു ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. അപ്പൊ ഇതേ ഫീലിംഗിൽ ഇനി വരുന്ന എക്സാംസിനെ അപ്രോച്ച് ചെയ്യാനും അതിലൂടെ ഒരുപാട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് കാര്യങ്ങൾ കോൺക്കർ ചെയ്യാനും എല്ലാവർക്കും പറ്റട്ടെ. അപ്പം ഗൈഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രാക്ടീസസ് കാര്യങ്ങളെ നിങ്ങൾ ലൈഫിൽ കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ എ മേജർ ഡിഫറൻസ്. ഒരു വലിയൊരു പാരഡൈം ആയിട്ടുള്ള ഷിഫ്റ്റ് കാര്യങ്ങളെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെല്ലാവർക്കും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇനിയും ഇങ്ങനത്തെ സെഷൻസ് കാര്യങ്ങളായിട്ടുള്ള ഡിസ്കഷൻ ആസിഫ് സാർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഹോപ്പ്ഫുൾ ആയിട്ട് നോക്കാണ്. സോ എ വെരി ഗുഡ് നൈറ്റ് ടു എവ്രി വൺ ആൻഡ് വെരി ബെസ്റ്റ് ബ്ലെസ്സിങ്സ് ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു സോ മച്ച്.